സ്വഭാവം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാ മേഖലകളെ എടുത്തു വെച്ച് പരിശോധിച്ചാൽ അതിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള മുൻ തലമുറകളുണ്ടാവും. ഉദാഹരണം പറഞ്ഞാൽ നെൽകർഷകരെ സംബന്ധിച്ച് നെൽകൃഷി നടത്തി വിജയിച്ച അല്ലെങ്കിൽ നടത്തി പരിശീലിച്ച ഒരു അപ്പനോ അപ്പൂപ്പനോ ഒക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. റബ്ബർ ആണെങ്കിൽ അങ്ങനെ, മറ്റ് കച്ചവടങ്ങളാണെങ്കിൽ അങ്ങനെ, ഡോക്ടറോ എഞ്ചിനീയറോ വക്കീലോ ഒക്കെ ആണെങ്കിൽ അവരുടെ പ്രൊഫഷനിൽ തന്നെ മിക്കവാറും ആൾക്കാർ അവരുടെ മുൻ തലമുറയിൽ ആർക്കെങ്കിലും ഒക്കെ ഇതുമായി ബന്ധം ഉണ്ടാവും. പക്ഷേ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന ബിസിനസ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത നമ്മുടെ ആരുടെയും മുൻ തലമുറ ചെയ്ത് പരീക്ഷിച്ചതോ വിജയിച്ചതോ പരിശീലിച്ചതോ ആയ ഒരു മേഖലയല്ല ഡയറക്റ്റ് സെല്ലിംഗ്. കാരണം ഈ ബിസിനസ്സിന് ഇന്ത്യയിൽ തന്നെ വളരെ കുറച്ച് സമയത്തെ, വളരെ കുറച്ച് വർഷത്തെ പാരമ്പര്യം മാത്രമാണുള്ളത്. ഇത് ലോകത്തിൽ തന്നെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ബിസിനസ് ആണെങ്കിലും നമ്മുടെ നാട്ടിലേക്ക് ഇതിൻ്റെ യഥാർത്ഥ പ്രസക്തി വന്നിട്ട് വളരെ കുറച്ച് നാളെ ആയിട്ടുള്ളൂ. ഞാനിപ്പോൾ എൻ്റെ ഒരു അനുഭവം ആദ്യമായി തന്നെ, കാര്യം എനിക്ക് ആദ്യം എല്ലാവരോടും പൊതുവെ ഒന്ന് പറയാനുള്ള കാര്യം, നമ്മൾ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത് തന്നെ ഇതൊരു ഡിജിറ്റൽ മീറ്റിംഗ് ആണ്. നിങ്ങളുടെ ബെഡ്റൂമിലോ ഡൈനിങ് റൂമിലോ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം വേണമെങ്കിലും നിങ്ങൾക്ക് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ തപാലിൽ കൂടെ നീന്തൽ പഠിക്കുക എന്ന് പറയുന്നത് പോലെ ഇന്ന് നിങ്ങൾ ഇവിടെ കേൾക്കുന്ന കാര്യങ്ങൾ ഫീൽഡിലേക്ക് ഇറങ്ങി പ്രവർത്തിപ്പിക്കുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ ഫലം എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. കാര്യം പലരും ഇത് സൂമിലൂടെയോ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയോ മനസ്സിലാക്കും. ഇത് പ്രാക്ടിക്കലി നമ്മൾ ചെയ്തു തുടങ്ങുമ്പോഴാണ് ഇതിൻ്റെ ഫലം ഉണ്ടാകുക എന്നതും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഞാൻ ഈ കമ്പനിയിൽ ഈ വരുന്ന 2026 ജനുവരി മാസമാകുമ്പം 12 വർഷം തികയും. 12ാമത് വർഷത്തിലേക്ക് കയറുകയാണ് 2022 ജനുവരിയിൽ. കാര്യം 2014 ജനുവരിയിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. 2026 ജനുവരി ആകുമ്പോൾ 12 വർഷം തികയും. തീർച്ചയായും 12 വർഷം എന്നൊക്കെ ഉള്ളത് ഒരു പുരുഷായുസിലെ വലിയൊരു പരിച്ഛേദ സമയമാണ്, അല്ലെങ്കിൽ ഒരു വലിയ കാലയളവാണ്. ഒരു വ്യക്തിയുടെ തൊഴിൽ മണ്ഡലത്തിലെ ഗതി നിർണ്ണയിക്കാൻ പോകുന്ന കാലയളവ് തന്നെയാണ് ഈ 12 വർഷം. ഈ 12 വർഷത്തെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ മാറ്റം ഈ കമ്പനിയിലൂടെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ വേഗത്തിൽ, സമയപരിമിതി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വളരെ വേഗത്തിൽ ഒന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. സ്ലൈഡ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അനിൽ സാറേ, സ്ലൈഡ് കാണാമല്ലോ അല്ലേ? ഓക്കെ. ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2014 ജനുവരിയിൽ 2-3 ട്രഡീഷണൽ ബിസിനസ്സുകൾ, ഒന്നൊരു ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്, ഒരു റെസ്റ്റോറൻറ്റ്, ഇങ്ങനെ 2-3 ബിസിനസ്സുകൾ നടത്തി വലിയ തിരിച്ചടികൾ വന്നു. കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് പോയി നിൽക്കുന്ന, ഏകദേശം ഒരു 30 lakhsന് പുറത്ത്, 30 ലക്ഷം രൂപയ്ക്ക് പുറത്ത് കടബാധ്യതയിൽ നിൽക്കുന്ന സമയത്താണ് ഈ കമ്പനിയുടെ ബിസിനസ് കേൾക്കുന്നത്. സ്വാഭാവികമായിട്ടും അത്രയും പ്രതീക്ഷയോടെ അത്രയും ലക്ഷം രൂപ മുടക്കി ചെയ്ത ബിസിനസ്സുകളിൽ ഒരു 3-4-5 വർഷങ്ങളിൽ തിരിച്ചടി മാത്രം ഉണ്ടായ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ തുടങ്ങാൻ കഴിയുന്ന ഈ ബിസിനസ്സിൽ കൂടെ വലിയ വരുമാനം കിട്ടും, എൻ്റെ ജീവിതം രക്ഷപ്പെടും എന്നൊക്കെ എന്നോട് ആദ്യം ഇത് പറഞ്ഞ ആള്, തീർച്ചയായിട്ടും എനിക്ക് അയാളെ വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. കാര്യം എൻ്റെ പ്രതീക്ഷ മുഴുവൻ ഞാൻ ഇട്ട് തുടങ്ങിയ ബിസിനസ്സുകളെല്ലാം പരാജയമായിരുന്നു ഫലം. അങ്ങനെ ഇരിക്കെ 2014 എൻ്റെ സഹോദരനോടൊപ്പമാണ് ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഈ കമ്പനിയിൽ 2014 ജനുവരി മാസം ഞങ്ങൾ ഒരു ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് എടുത്താൽ തുടങ്ങി. അന്ന് എളുപ്പത്തിൽ പറഞ്ഞാൽ ഒരു ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് എടുക്കാനുള്ള സാമ്പത്തിക ഭദ്രതയെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. അത് തന്നെ അറേഞ്ച്ഡ് മണി എന്ന് വേണേൽ പറയാം. അങ്ങനെ 2014 ഫോം 60A ആണ് ഇൻകം ടാക്സിൻ്റെ. അതിൽ ആദ്യ വർഷം മൈലേജ് സ്റ്റൈൽ എന്ന കമ്പനിയിൽ നിന്ന് എൻ്റെ സഹോദരൻ്റെ പേരിലേക്ക് വന്ന വരുമാനം, അതിൽ ആദ്യ മാസം വന്ന വരുമാനം 663, രണ്ടാമത്തെ മാസം 1800 ഒക്കെ വന്നത്. ഏകദേശം ഒരു വർഷം മുമ്പോട്ട് പോയി. ആ ഒരു വർഷം സാങ്കേതികമായി നേരിട്ട ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ, മൈലേജ് സ്റ്റൈൽ കമ്പനിക്ക് കേരളത്തിൽ ഒരു ഔട്ട്ലെറ്റ് പോലും ഇല്ല. ഇന്ന് കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഔട്ട്ലെറ്റ് ഉണ്ട്, ചില ജില്ലകളിലൊക്കെ 1-2 ഔട്ട്ലെറ്റ് ഉണ്ട്. അന്ന് എലമെന്റ്സ് വെൽനസ് എന്ന പ്രോഡക്റ്റ് ഇവിടെ ലോഞ്ച് ആയിട്ടില്ല. അന്ന് DB അനന്തനാരായണ എന്ന സയന്റിസ്റ്റ് ഈ കമ്പനിയുടെ R&D ഹെഡായിട്ട് വന്നിട്ടില്ല. ഈ കമ്പനിയിലൂടെ 1000 രൂപ വരുമാനം കിട്ടിയ ഒരാളെ എൻ്റെ അറിവിലോ പരിചയത്തിലോ എൻ്റെ ജില്ലയിൽ എനിക്ക് കാണിച്ചു കൊടുക്കാനില്ല. എന്നിരുന്നാൽ തന്നെയും വളരെ ബുദ്ധിമുട്ടി ഒരു വർഷം ഞങ്ങൾ ഈ ബിസിനസ് ചെയ്തു. പ്രതികൂല സാഹചര്യമായിരുന്നു. കാര്യം നമ്മൾ നാട്ടിൽ പല ബിസിനസ്സുകൾ ഇറങ്ങിയെങ്കിലും സക്സസ് ആവാത്ത ഒരാളായതുകൊണ്ട് എന്നോടൊപ്പം ബിസിനസ് തുടങ്ങാനുള്ള ബന്ധമോ അല്ലെങ്കിൽ ഒരു വിശ്വാസം ഒന്നും പലർക്കും ഉണ്ടായില്ല. അങ്ങനെ പലരും ബിസിനസ് തുടങ്ങാണ്ട് ഇരുന്ന് ഒരു 1 year ഒക്കെ ആയിട്ടും വലിയ വളർച്ച ഉണ്ടാവുന്നില്ല എന്നുള്ള ചിന്തയിൽ നിന്ന് വേറെ എന്തെങ്കിലും കൂടെ ചെയ്താലോ എന്ന് വരെ ഒരു പക്ഷേ ചിന്തിച്ചു പോകുന്ന സാഹചര്യത്തിൽ എത്തിയപ്പോഴാണ് 2014 ഡിസംബർ മാസം 4-ാം തീയതി വളരെ പ്രധാനപ്പെട്ട ഒരു പത്രവാർത്ത ഹിന്ദു പത്രത്തിൽ വരികയും
അത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു. അതിൽ വന്ന വാർത്ത 2025 ആകുമ്പോഴേക്കും 1,80,00,000 പേര് ഡയറക്ട് സെല്ലിംഗ് ഫുൾ ടൈം ചെയ്യുമെന്നാണ്. അന്നത്തെ കേന്ദ്രമന്ത്രിയായ രാംവിലാസ് പാസ്വാൻ അധ്യക്ഷനായ ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായികളുടെ സംഘടനയായ ഫിക്കിയുടെ ഒരു മീറ്റിങ്ങിൽ, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി എന്ന ഫിക്കിയുടെ ഒരു മീറ്റിംഗിൽ അവതരിപ്പിക്കപ്പെട്ട പഠന റിപ്പോർട്ടാണിത് എന്ന് വായിച്ച് മനസ്സിലാക്കിയപ്പോൾ നിലവിൽ വലിയ പ്രതിസന്ധിയിലൂടെ പോയ ഞങ്ങൾക്ക് പ്രതീക്ഷയോടെ ഈ ബിസിനസ്, കാര്യം 1,80,00,000 എന്ന് പറഞ്ഞാൽ കേരള ജനസംഖ്യയുടെ പകുതി കൂടുതൽ വരും. നമ്മൾ ജീവിക്കുന്ന ഈ സംസ്ഥാനത്തിന്റെ പകുതിയിലേറെ ആൾക്കാർ അടുത്ത 10 കൊല്ലത്തിനകം ഈ ബിസിനസ്സിലേക്ക് വരുമെന്ന വാർത്ത എൻ്റെ വലിയ പ്രതിസന്ധിയിൽ 2014 ഞാൻ പത്രത്തിൽ വായിക്കുകയാണ്. അത് വിശ്വാസയോഗ്യമായ ഒരു പത്രവാർത്ത. ഈ ഒരു ചിന്ത ഈ ബിസിനസ്സിൽ ഉറച്ചു നിൽക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുകയും വീണ്ടും ഒരു 6 മാസവും കൂടെ ശക്തമായി മുമ്പോട്ട് പോയി 2015 ജൂലൈ മാസം ആയപ്പോഴേക്കും കേരള ഗവൺമെന്റ് ഡയറക്ട് സെല്ലിങ്ങിന് വേണ്ടി മാത്രം ഒരു ബില്ല് പാസ്സാക്കുകയും ഏകദേശം ഇതേ സമയത്ത് തന്നെ എലമെന്റ്സ് വെൽനസ് എന്ന പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുകയും ഒക്കെ ചെയ്തപ്പോഴേക്കും ഈ ബിസിനസ്സിൽ കൂടെ വരുമാനം കിട്ടിയ കുറേ ആൾക്കാരെയൊക്കെ നേരിട്ട് കാണുകയും 2016 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏപ്രിൽ മാസം കേരളത്തിൽ മൈലേജ് സ്റ്റീൽ കമ്പനി ആദ്യത്തെ ഓഫീസ് കൊച്ചി അബാദിന്റെ ന്യൂക്ലിയസ് മാളിൽ സ്റ്റാർട്ട് ചെയ്യുകയൊക്കെ ചെയ്തതോടുകൂടി വർദ്ധിത ആവേശത്തോടും വീര്യത്തോടും എന്താ പറയുക വെറിയോടും കൂടി ഈ ബിസിനസ് ചെയ്യുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തെ ഞങ്ങൾ ഇറങ്ങി കഴിവിൻ്റെ പരമാവധി പ്രവർത്തിച്ചു. സിസ്റ്റമാറ്റിക്കായി കമ്പനിയുടെ സഹായത്തോടെ എല്ലാ ഗുരുക്കന്മാരുടെയും അനുഗ്രഹ ആശിസ്സുകളും സഹായത്തോടു കൂടിയൊക്കെ ഇറങ്ങി പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കറക്റ്റ് 1 വർഷം തികയുന്നതിന് മുമ്പ് 2016 സെപ്റ്റംബർ ആയപ്പോഴേക്കും എൻ്റെ പേരിൽ ആദ്യത്തെ 2,10,000 എന്ന കമ്പനിയുടെ മാക്സിമം വീക്കിലി പേ ഔട്ട് വരികയും 2016 തൊട്ട് 2017 വരെ അത് അത്ര സ്റ്റേബിൾ ഒന്നും അല്ലെങ്കിൽ 2017 തൊട്ട് അത് സ്റ്റേബിളായി വരുന്നൊരു സാഹചര്യം ഉണ്ടായി. 2017, 18, 19, 20 അതിൽ 20 മാത്രം ഒരു 3-4 എന്താ പറയണ്ടേ കോവിഡ് മുഴുവൻ മാർക്കറ്റും തകർത്ത സമയത്ത് പോലും ഞങ്ങളുടെ ഏറ്റവും വലിയ ആവേശം എന്താണെന്ന് ചോദിച്ചാൽ കൊറോണ വന്നിട്ട് പോലും 6-7 ആഴ്ച മാത്രമാണ് ഈ സീലിംഗ് ഇൻകം താഴോട്ട് പോയത്. 8ാമത്തെ ആഴ്ച തൊട്ട് വീണ്ടും സീലിംഗിൽ കയറി. കഴിഞ്ഞ വർഷങ്ങളായി ഏകദേശം 8 വർഷത്തോളമായി 2017 മുതൽ 25 വരെയുള്ള 8 വർഷത്തോളമായി എല്ലാ 7 ഡേയ്സിലും ഈ സീലിംഗ് ഇൻസെൻറ്റീവ് 2 ഡിസ്ട്രിബ്യൂഷൻഷിപ്പിൽ വാങ്ങാനുള്ള അവസരം കിട്ടി. ഈ വരുമാനം വന്നെൻ്റെ ജീവിതത്തിൽ ഒന്നാകെ മാറ്റം വന്നു. ഞാൻ സ്വപ്നം കണ്ട പല നേട്ടങ്ങളും അതിൻ്റെ എത്രയോ ഇരട്ടി ഈ ബിസിനസ് കൂടെ ഫുൾഫിൽ ചെയ്യാൻ പറ്റി. വലിയ ആഡംബര വാഹനങ്ങൾ BMW പോലുള്ള വാഹനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റി. കടങ്ങൾ 1 രൂപ കടമില്ലാണ്ട് തീർന്നു. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഫോം 26AS എന്ന് പറയും. അതായത് ഒരു ഇന്ത്യക്കാരന് കാണിക്കാൻ കഴിയുന്ന തൻ്റെ വരുമാനത്തിൻ്റെ ഏറ്റവും സുതാര്യമായ തെളിവാണ്. എന്നെ കേൾക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ആവശ്യമെങ്കിൽ ഇത് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് സൂക്ഷിക്കാം. മീൻസ് നിങ്ങൾക്ക് പരിശോധിക്കാം. ഇതിൻ്റെ ഒരു ജെനുവിനിറ്റിയെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവില്ലെങ്കിലും നാളെ ആർക്കെങ്കിലും നിങ്ങൾക്ക് ബിസിനസ് കൺവിൻസ് ചെയ്ത് കൊടുക്കാൻ ഒരു തടസ്സമാകുകയാണെങ്കിൽ ഈ ബിസിനസ്സിലൂടെ ഇങ്ങനെ വരുമാനം കിട്ടും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ എളുപ്പമാണ്. 2018-19 മാത്രം മൈലേജ് സ്റ്റീൽ എന്ന കമ്പനിയിൽ നിന്ന് ബാബു അനീഷ് എൻ്റെ വീട്ടിലേക്ക് ഏതാണ്ട് 1,10,00,000 രൂപ 1,09,65,473 രൂപ വരുമാനം വന്നു. അടുത്ത വർഷം 19-20 ആയപ്പോൾ അത് 1,74,00,000 അടുത്ത വർഷം 1,76,00,000 പിന്നെ 2,34,00,000 2,56,00,000 2,65,00,000 ഇങ്ങനെ വലിയ വരുമാനം വരാൻ തുടങ്ങി. എല്ലാ മാസവും വലിയ തുക 4-5 ലക്ഷം രൂപയൊക്കെ GST കൊടുക്കാൻ തുടങ്ങി. പല മാധ്യമങ്ങളിലും ഈ ബിസിനസ് കുറിച്ച് വിജയിച്ചതിനെ കുറിച്ച് പല വാർത്തകൾ വന്നു. പല അവാർഡുകളൊക്കെ കിട്ടി. സ്കിൽ ഇന്ത്യയുടെ സർട്ടിഫൈഡ് ട്രെയിനറൊക്കെ ആവാൻ പറ്റി. ഇത് ഞാൻ ജനിച്ചു വളർന്ന വീടാണ്. ഏതാണ്ട് 18 വയസ്സ് വരെ ഇത്രയും ചെറിയൊരു ജീവിത സാഹചര്യത്തിൽ ജീവിച്ച ആളാണ് ഞാൻ. ജോലിക്ക് പോയി അവിടുന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഡിഗ്രി വരെ പഠിക്കാൻ അവസരം അല്ലെങ്കിൽ ഭാഗ്യം കിട്ടിയ ഒരാൾ. അത് ഭാഗ്യം എന്ന് ഞാൻ പറയുന്നതിന് ഒത്തിരി കാര്യമുണ്ട്. അത് പിന്നീടാണ്, അതിനെക്കുറിച്ച് ഇപ്പം നമുക്ക് സമയമില്ല അത് ഷെയർ ചെയ്യാൻ. ഇത് ഞാൻ ഈ ബിസിനസ് വരുമ്പോൾ താമസിച്ചിരുന്ന വീട്. ഈ വീട് പണയപ്പെടുത്തിയിട്ടാണ് ഞാൻ പല ബിസിനസ്സുകളും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ വീട് നഷ്ടപ്പെടും എന്നുള്ള ഭയമാണ് ഞങ്ങളെ ഈ ബിസിനസ് ചെയ്യാൻ പൂർണ്ണമായി പുറത്തോട്ടിറക്കിയത്. അങ്ങനെ ഇതിപ്പം കഴിഞ്ഞൊരു 3 വർഷത്തിലേറെ താമസിക്കുന്ന വീട്. ഇതൊരു വലിയ വീട്, ഒരു 6,500 സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉള്ള എൻ്റെ നാട്ടിലെ തന്നെ ഏറ്റവും വലിയ വീടുകളിൽ ഒന്നാണ് ഇപ്പം താമസിക്കുന്ന വീട്. വലിയ ബിസിനസ് വോളി, ഒരു മാസം 10 കോടിയൊക്കെ ബിസിനസ് വോളി ഇപ്പം വരുത്താൻ കഴിയുന്നുണ്ട്. 2 ഡിസ്ട്രിബ്യൂഷൻഷിപ്പിലും 215 കോടി 522 കോടിയൊക്കെ ബിസിനസ് വോളിയം വന്നു. അടുത്ത ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് 85 കോടി 129 കോടിയൊക്കെ വന്നു. അതിനടുത്ത ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് ആലപ്പുഴ ആയതുകൊണ്ട് തന്നെ ബിസിനസ്സിൽ കൂടെ വലിയ ഇൻകം വന്ന വഴിക്ക് ഹൗസ് ബോട്ടുകളിലും ഒക്കെ പണം ഇൻവെസ്റ്റ് ചെയ്യാനും 2-3 ബോട്ട്, വലിയ മെഴ്സഡീസ് ബെൻസ് കാറുകൾ, അങ്ങനെ ഇന്ന് വേണ്ട
ഫാം, നമ്മുടെ ജീവിതത്തിൽ ഈ ബിസിനസ്സിലേക്ക് നമ്മൾ വന്ന് കണ്ട എല്ലാ സ്വപ്നങ്ങളും പൂർത്തീകരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഞാൻ ഇച്ചിരി എക്സ്പീരിയൻസ് കുറച്ച് വേഗത്തിൽ പോവാണ്. കാര്യം നമുക്ക് എൻ്റെ വിജയകഥ എന്നതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് വിജയിക്കാൻ എന്തു വേണം എന്ന് പറയുന്നൊരു പ്രോഗ്രാമാണിത്. അതുകൊണ്ട് ജസ്റ്റ് ഇതിലൂടെ നമുക്ക് ഹൈ ഇൻകം, അല്ലെങ്കിൽ നമ്മളുടെ ഒരു പക്ഷേ നമ്മുടെ ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻകം നമുക്ക് കിട്ടും എന്നൊരു ബോധ്യം ഉണ്ടാകാൻ വേണ്ടി മാത്രം ഞാൻ ഈ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്തതാണ്. ഇത് കേരള ഗവൺമെൻറ് പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പ് പുറത്തിറക്കിയ ഒരു പോസ്റ്ററാണ്. ഈ കഴിഞ്ഞ ഫെബ്രുവരി 19 10,000-കണക്കിന് ആൾക്കാരെ സാക്ഷി നിർത്തി കേരള മുഖ്യമന്ത്രി ഡയറക്ട് സെല്ലിങ്ങിനെ ഒരു ഒഫീഷ്യൽ വെബ് പോർട്ടൽ ഉദ്ഘാടനം ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് കയർ വകുപ്പ് പോലെ, ടൂറിസം വകുപ്പ് പോലെ ഡയറക്ട് സെല്ലിംഗ് നമ്മുടെ പൊതുധാരയിലെ ഒരു സാമാന്യം വേറെ ഏതൊരു വ്യക്തിക്കും വന്ന് 4-5 വർഷത്തെ പ്രവർത്തനം കൊണ്ട് ഒരു കരിയർ ഉണ്ടാക്കാൻ കഴിയുന്ന, ഒരു പക്ഷേ 10-15 വർഷം വിദേശത്ത് പോയാൽ പോലും നേടാൻ കഴിയാത്ത തരത്തിലുള്ള സാമ്പത്തിക ഉന്നമനത്തിലേക്കും അതുപോലെ തന്നെ വലിയ കസ്റ്റമർ നെറ്റ്വർക്കും ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ബിസിനസ് മേഖലയായി മാറിക്കഴിഞ്ഞു. ഞാൻ എൻ്റെ അനുഭവം ഇവിടെ പങ്കുവച്ചത് അവസാനിപ്പിച്ചിരിക്കുന്നു. ഇനിയാണ് ഇതിൻ്റെ പ്രാഥമികമായ എന്തൊക്കെയാണ് ഇങ്ങനെ ഒരു ആഗ്രഹങ്ങളോ ഇങ്ങനെ ഒരു വരുമാനമൊക്കെ നിങ്ങൾക്ക് നേടണം എന്ന ആഗ്രഹമുണ്ടെങ്കിലോ, മറിച്ച് ഒരു കരിയർ നമുക്ക് വേണമെന്നുണ്ടെങ്കിലോ, ഇത് പണം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് മാത്രമാണ് എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. ഞങ്ങളൊക്കെ പബ്ലിക് മീറ്റിങ്ങുകളിൽ പറയുന്നൊരു വാക്കാണ് ആത്മാഭിമാനത്തോടെ. അതായത് ഞാൻ കൊടുക്കുന്നത് എത്ര ചെറിയ ഉൽപ്പന്നമായാലും, ഒരു പക്ഷേ അതൊരു പിക്കിളാവാം, അതല്ലെങ്കിൽ ഒരു ജുവലറി ആവാം, അതല്ലെങ്കിൽ ഒരു ഷർട്ട് ആവാം, ഞാൻ എന്ത് പ്രൊഡക്റ്റ് കൊടുത്താലും ആ പ്രൊഡക്റ്റ് നല്ലതാണ് എന്ന് കസ്റ്റമർ നെഞ്ചിത്തട്ടി പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ആ ഒരു ആത്മവിശ്വാസത്തെ മുമ്പോട്ട് നയിക്കാൻ, അല്ലെ ആ ആത്മവിശ്വാസം കൊണ്ട് മുമ്പോട്ട് പോകാൻ ഏതൊരു സാധാരണക്കാരനെയും പ്രാപ്തമാക്കുന്ന ഒരു കമ്പനിയിലാണ് എന്നെ കേൾക്കുന്ന ബഹുമാനരായ നിങ്ങൾ ഓരോ ആൾക്കാരും വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വർഷങ്ങളായി പ്രതീക്ഷയോടെ പല ബിസിനസ്സുകളും പല ജോലികളും സ്വദേശത്തും വിദേശത്തും നമ്മളെ കൊണ്ടാവുന്ന എല്ലാ കഠിനാധ്വാനവും ചെയ്തെന്ന് ഓരോ ദിവസവും ഉറപ്പിച്ച് പറയുന്ന ആളുകൾക്കും അവരെത്തി നിൽക്കുന്ന നിലവിലെ കണ്ടീഷനിൽ, നിലവിലെ സാഹചര്യത്തിൽ ഒരു സംതൃപ്തി ഇല്ല എങ്കിൽ, അതല്ല എങ്കിൽ ഓടിയിട്ടും നമ്മളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല എന്നാണ് നമ്മളുടെ പരിവേദനം, അല്ലെങ്കിൽ പരിഭവം, അല്ലെങ്കിൽ വിഷമമെങ്കിൽ, അങ്ങനെയുള്ള എല്ലാ ആളുകൾക്കും നിങ്ങളുടെ വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങൾക്ക് ഇത്രയും വലിയൊരു ബിസിനസ് തന്നു എന്ന് നെഞ്ചിൽ കൈവച്ച് എനിക്ക് പറയാൻ പറ്റും. കാരണം എൻ്റെ ജീവിതത്തെ ഈ ബിസിനസ് മാറ്റിയിട്ടുണ്ട്. എനിക്കറിയാവുന്ന, ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത, എന്നോടൊപ്പം ഈ ബിസിനസ്സിലേക്ക് വന്ന ആയിരക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഈ കമ്പനി വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വളരെ സീരിയസ് ആയി നിങ്ങളുടെയൊക്കെ അനുവാദത്തോടെ എന്താണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്നതും എന്തൊക്കെയാണ് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ ചെയ്യേണ്ടത് എന്നും ഞാൻ പറയാം. സൂമിലാണെങ്കിലും അതിനു മുമ്പ് എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കേണ്ടത് ഒരാവശ്യം എന്ന നിലയ്ക്ക് എല്ലാവരും ഒരു തമ്പ് ഒന്നിൽ ഇങ്ങനെ കാണിക്കുക, പറ്റാവുന്ന ആൾക്കാർ യെസ്. കാരണം വേറെ ഏത് ബിസിനസ് ആണെങ്കിലും കുറേ കൊല്ലം ചെയ്തു കഴിഞ്ഞാൽ മടുപ്പുണ്ടാവും. ഈ ബിസിനസ്സിന് മാത്രം ഞാൻ മനസ്സിലാക്കിയ അങ്ങനെ ഒരു പ്രത്യേകതയാണ്. രജനീകാന്ത് ഏതോ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതുപോലെ, ഓരോ സിനിമയിൽ അഭിനയിക്കുമ്പോഴും എൻ്റെ മനസ്സ് എന്നോട് പറയും ഇതെൻ്റെ ആദ്യത്തെ സിനിമയാണെന്നും, ആ സിനിമ അഭിനയിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സ് എന്നോടും പറയും ഇതെൻ്റെ അവസാനത്തെ സിനിമയാണ്, എനിക്ക് ചെയ്യാനുള്ളത് മുഴുവൻ ഈ സിനിമ വഴി ഞാൻ ലോകത്തെ കാണിക്കണമെന്നും എന്നോട് പറയാറുണ്ട് എന്ന് രജനീകാന്തും ഷാറൂഖ് ഖാനും ഒക്കെ പറഞ്ഞത് ഞാൻ പല ഇന്റർവ്യൂകളിലും കണ്ടിട്ടുണ്ട്. അതേപോലെ ഓരോ മീറ്റിങ്ങിലും എന്നെ കേൾക്കുന്ന ഓരോ ആൾക്കാരോടും എനിക്ക് പറയാനുള്ളത് അതുതന്നെയാണ്. ഈ ബിസിനസ്സിനകത്ത് നിങ്ങൾക്കൊരു ജീവിതം ദൈവം ഒളിപ്പിച്ചിട്ടുണ്ട്, കരുതിയിട്ടുണ്ട്. ആ ജീവിതത്തെ കണ്ടെത്താൻ മാത്രം എന്നെ കേൾക്കുന്ന ബഹുമാനരായ ഓരോരുത്തരും 2-3 കാര്യങ്ങൾ മുമ്പോട്ട് വെക്കണം. ഒന്ന്, നിങ്ങളുടെ വിശ്വാസത്തോടെയുള്ള കഠിനാധ്വാനം. 2, തുടർച്ച, കണ്ടിന്യൂറ്റി, അല്ലെങ്കിൽ ഉറച്ചു നിൽക്കൽ, കൺസിസ്റ്റൻസി. 3, ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയുള്ള മുമ്പോട്ട് പോക്ക്. എൻ്റെ ജീവിതം നന്നാകില്ല എന്ന് 4 വർഷത്തെ അനുഭവങ്ങളിൽ കൂടെ തുടർച്ചയായി വന്ന ഞാനും 5-ാമത് വർഷം ഈ ബിസിനസ്സിലേക്ക് എത്തി 1 കൊല്ലം തീരുന്നതിന് മുമ്പ് തന്നെ ഈ ബിസിനസ്സിൽ ഒരു പച്ച കാണുകയുണ്ടായി. പച്ച കാണുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു ഗ്രീൻ സിഗ്നൽ കാണുകയുണ്ടായി. അതേപോലെ തുടർച്ചയായി വർഷങ്ങളായി സെറ്റ് ബാക്കുകളും തിരിച്ചടികളും വരുന്ന ആൾക്കാർക്കും റിസർവ് ബാങ്കിനെ കുറിച്ച് പറയുന്നത്
ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്ന്. അതായത് എല്ലാ ബാങ്കുകളുടെയും അവസാന അഭയസ്ഥാനം എന്നാണ് റിസർവ് ബാങ്കിനെ വിളിക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നശിച്ച, എന്നാൽ കഠിനാധ്വാനികളായ എല്ലാ എന്താ പറയണ്ടേ പ്രവർത്തകരുടെയും എല്ലാ ആളുകളുടെയും അവസാന അഭയസ്ഥാനവും ആശയും ആവേശവുമാണ് മൈ ലൈഫ് സ്റ്റൈൽ എന്ന കമ്പനി. അത് തെളിയിച്ചു കഴിഞ്ഞ ആയിരക്കണക്കിന് ആൾക്കാർ കുഞ്ഞു കേരളത്തിൽ തന്നെ ആയിക്കഴിഞ്ഞു. ഇന്ത്യയിൽ 10,000-കണക്കിന് ആൾക്കാരായി കഴിഞ്ഞു. അപ്പോൾ എക്സൈറ്റഡ് ആയി, ആവേശഭരിതരായി ഈ ബിസിനസ്സിൽ നിങ്ങൾ മുമ്പോട്ട് പോകാൻ തയ്യാറെടുക്കുക. ഒരു കൊച്ചുകുട്ടിയെ പോലെ, ഒരു നല്ല അധ്യാപകന്റെ ഗുണം എന്താന്ന് ആര് ചോദിച്ചാലും ഒന്നാമത് പറയുന്ന ഗുണം, ഒരു അധ്യാപകൻ എല്ലാ കാലത്തും നല്ല വിദ്യാർത്ഥിയായിരിക്കും. അങ്ങനെ ഒരു നല്ല വിദ്യാർത്ഥിയാവാൻ എന്നെ ഈ മീറ്റിംഗ് കേൾക്കുന്ന പ്രൊഫസർമാരുണ്ടാവും, ഡോക്ടർമാരുണ്ടാവും, സാധാരണ ഡെയിലി ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും, കാർ ഡ്രൈവേഴ്സ് ഉണ്ടാവും, വീട്ടമ്മമാരുണ്ടാവും, റബ്ബർ ടാപ്പിങ്ങിന് പോകുന്ന ആൾക്കാരുണ്ടാവും, വിദ്യാർത്ഥികളുണ്ടാവും. ഇവരൊക്കെ തന്നെയും നിങ്ങൾ ഇന്ന് ഈ ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന ഒരു വ്യവസായത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വരുന്ന 1 മണിക്കൂർ ഒന്ന് മനസ്സ് തുറന്ന് ശ്രദ്ധയോടെ കേൾക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നമ്മളുടെ ബേസിക് ട്രെയിനിങ്ങിൻ്റെ സ്ലൈഡ് നിങ്ങളുടെ മുമ്പിൽ വെക്കാം. ബേസിക് ട്രെയിനിങ്ങിൻ്റെ പേര് ഫസ്റ്റ് സ്റ്റെപ്പ് ടു സക്സസ് എന്നാണ്. വിജയത്തിലേക്കുള്ള ആദ്യത്തെ കാൽവയ്പ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ ഒരു കാൽവയ്പ്, അതിൻ്റെ ഒരു സ്ലൈഡ് ഞാൻ ജസ്റ്റ് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാണ്. ഈ സ്ലൈഡ് എല്ലാവർക്കും കാണാൻ കഴിയുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. യെസ്. അതിൽ തന്നെ ഒന്നാമത്തെ സ്റ്റെപ്പ്, വിജയത്തിലേക്ക് നമ്മൾ ആദ്യം കയറുകയാണ്. കയറുമ്പോൾ ഒരു ചിന്ത എപ്പോഴും മനസ്സിലുള്ളത് വളരെ നല്ലതാണ്. ഈ പടി ഞാൻ മുമ്പ് കയറിയിട്ടില്ല, എൻ്റെ അപ്പൻ അപ്പൂപ്പന്മാരാരും കയറിയിട്ടില്ല. ഇതൊരു പുതിയ പടിയാണ്, ഇതൊരു പുതിയ വഴിയാണ്. ഒരുപക്ഷെ നമ്മളായിരിക്കുന്ന മേഖലയിൽ പല മേഖലയിലെയും അഗ്രഗണ്യന്മാരായിരുന്ന ആൾക്കാരായിരിക്കാം. ഗസറ്റഡ് റാങ്ക് റിട്ടയർ ആയ ഉദ്യോഗസ്ഥരുണ്ടാവാം, ആ നാട്ടിൽ ഏറ്റവും പെർഫോം ചെയ്തിരുന്ന ജനപ്രതിനിധികൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഏറ്റവും നന്നായി ഒരു കുടുംബത്തെ മുമ്പോട്ട് നയിച്ച വീട്ടമ്മയാവാം. നിങ്ങൾ ആര് തന്നെ ആയാലും, എത്ര വലിയ സെയിൽസ് സ്കില്ലുള്ള ആളാണെന്ന് സ്വയം തോന്നിയൊരു വ്യക്തി ആയാലും, ഡയറക്റ്റ് സെല്ലിംഗ് തികച്ചും വ്യത്യസ്തമായ ഒരു പുതിയ ഇൻഡസ്ട്രി ആണെന്ന് മനസ്സിലാക്കുക. ഇതിൽ ആദ്യത്തെ കാൽവയ്പിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്നാണ്. വളരെ എളുപ്പത്തിൽ പറഞ്ഞാൽ, ഡയറക്റ്റ് സെല്ലിംഗ് എന്ന വാക്ക്, ഡയറക്റ്റ് സെല്ലിംഗ് എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്ത് നിന്ന് എൻഡ് കസ്റ്റമർ, അവസാന ഉപഭോക്താവിലേക്ക് എത്തുന്നത് വരെയുള്ള ചാനലിനെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ആ മാർക്കറ്റിങ്ങിൽ തന്നെ സാധാരണഗതിയിൽ മാർക്കറ്റിംഗ് നടക്കുന്നത്, ഒരു 30 രൂപയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ്, എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ആയിക്കോട്ടെ, ഒരു സോപ്പായിട്ട് നമുക്ക് കാണാം, അല്ലെങ്കിൽ ഒരു സോപ്പ് ആയിക്കോട്ടെ. 30 രൂപയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു സോപ്പ് ഒരു പക്ഷേ ഇന്ത്യ മുഴുവൻ വിൽക്കുന്ന ഒരു C&F ഏജന്റ്, അല്ലെങ്കിൽ ഒരു C&F ഏജന്റ് 40 രൂപയ്ക്കും, ഇന്ത്യ മുഴുവൻ വിൽക്കുന്ന അടുത്ത ഏജന്റ് അത് ഒരു 50 രൂപയ്ക്കും, അതിൻ്റെ ഒരു 4-5 സംസ്ഥാനങ്ങൾ, അതായത് തെക്കേ ഇന്ത്യയിൽ വിൽക്കുന്ന ആൾ ഒരു 50-60 രൂപയ്ക്കും, കേരളത്തിൽ വിൽക്കുന്ന ആൾ 70 രൂപയ്ക്കും, എൻ്റെ ജില്ലയായ ആലപ്പുഴ വിൽക്കുന്ന ആൾ 80 രൂപയ്ക്കും, ആലപ്പുഴയിലെ ഷോപ്പുകാരൻ അത് 100 രൂപയ്ക്ക് വിൽക്കും. ഇതിനിടയ്ക്ക് ഒരു പരസ്യവും കാണും. ചുരുക്കി പറഞ്ഞാൽ 30 രൂപയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഏകദേശം 60 മുതൽ 70% വരെ പരസ്യക്കാർക്കും ഡീലർക്കും കമ്മീഷൻ കൊടുത്ത് എൻഡ് കസ്റ്റമറിൽ എത്തുന്നു. അതൊരു തെറ്റൊന്നുമല്ല. പതിറ്റാണ്ടുകളായി, 2-3 തലമുറകളായി നമ്മൾ ചെയ്തു വന്നൊരു സിസ്റ്റമാണ്. അതിനെ ട്രഡീഷണൽ ബിസിനസ് എന്ന് പറയും, പരമ്പരാഗത കച്ചവടം എന്ന് പറയും. എന്നാൽ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന ബിസിനസ് തികച്ചും വ്യത്യസ്തമാണ്. അല്ലെ ഇതിൻ്റെ പാരലായി പോകുന്നു എന്ന് പറയാം. ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് ഞാൻ പറയില്ല. കാരണം 30 രൂപയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് ഇവിടെയും 100 രൂപയ്ക്ക് കസ്റ്റമറിലേക്ക് കിട്ടുമ്പോൾ, ഇടനിലക്കാരുടെയും പരസ്യക്കാരുടെയും ജോലി ചെയ്യുന്നത് എന്നെയും നിങ്ങളെയും പോലെയുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്. നമ്മൾ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചത് വഴി നമുക്ക് കിട്ടിയ പോസിറ്റീവായ റിസൾട്ടുകൾ, ആ റിസൾട്ടുകൾ നെഞ്ചിൽ തട്ടി നമ്മൾ നമ്മളുടെ അനുഭവങ്ങളായി ഷെയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് അനുഭവവേദ്യമാകത്തക്ക രീതിയിൽ നമ്മൾ അവരോട് ഇത് ഷെയർ ചെയ്യുന്ന സാഹചര്യത്തിൽ അവിടെ സെയിൽസ് നടക്കുകയും, പരസ്യക്കാർക്ക് വേണ്ട താരമൂല്യതയോ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് വേണ്ട കോടികളുടെയോ ലക്ഷങ്ങളുടെയോ ഇൻവെസ്റ്റ്മെന്റോ ഇല്ലാതെ ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്ത് നിന്ന് എൻഡ് കസ്റ്റമറിലേക്ക് എത്തുന്നതിനെയാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ പല ആൾക്കാരും ഈ ഡയറക്റ്റ് സെല്ലിംഗ് വീടാന്തരം ഉൽപ്പന്നങ്ങൾ കൊണ്ടു നടന്ന് വിൽക്കുന്ന ഒരു കച്ചവടമാണ് എന്ന് ധരിക്കാറുണ്ട്. അതിനെ കൂടുതലും ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. ഡയറക്റ്റ് സെല്ലിംഗ് എന്നത് ഇറ്റ്സ് ആൻ ഇൻഡസ്ട്രി. ഇതൊരു ഇൻഡസ്ട്രിയാണ്. ഏതുപോലെ? ഇരുമ്പ് വ്യവസായം പോലെ, അല്ലെങ്കിൽ ഇൻഷുറൻസ് ഇൻഡസ്ട്രി പോലെ, ഫിലിം ഇൻഡസ്ട്രി പോലെ,
ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ചെയ്യുന്ന മേഖലകളെ നമ്മൾ വ്യവസായം എന്ന് പറയുന്നു. ഡയറക്റ്റ് സെല്ലിങ്ങും ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ കുടുംബങ്ങൾ ഉപജീവനം നടത്തിക്കൊണ്ട് പോകുന്ന ഒരു വ്യവസായമായി ഡയറക്റ്റ് സെല്ലിംഗ് ഇന്ത്യയിൽ മാറിയിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന ബഹുമാനരായ പല ആളുകൾ ഒരു പക്ഷേ കഴിഞ്ഞ ആഴ്ചയോ കഴിഞ്ഞ മാസമോ കഴിഞ്ഞ 3 മാസം മുമ്പോ ആയിരിക്കും ഇതിനെക്കുറിച്ച് കേട്ടേക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ കേൾക്കാൻ താമസിച്ചു എന്നത് കരുതി ഇത് നമുക്ക് വെളിയിൽ നടക്കുന്നില്ല എന്ന് വിചാരിക്കരുത്. ആ രീതിയിൽ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ് ഇന്ത്യയിൽ വളരെ ശക്തമാണ്. ഇന്ന് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിലൊക്കെ ഈ മേഖലയ്ക്ക് നിയമനിർമ്മാണങ്ങൾ നടത്തി കഴിഞ്ഞു. ഇതിനുവേണ്ടി മോണിറ്ററിംഗ് മെക്കാനിസം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് വകുപ്പ് മന്ത്രിമാരുടെ നിയന്ത്രണത്തിന് കീഴിലാക്കി കഴിഞ്ഞു. സ്കിൽ ഇന്ത്യ ഇതിനെ ഒരു അംഗീകൃത തൊഴിൽ മേഖലയായി അംഗീകരിച്ചു കഴിഞ്ഞു. ഇൻഡിവിജ്വൽ സെയിൽസ് പേഴ്സൺ എന്ന രീതിയിൽ ഭാരത സർക്കാരിന്റെ നൈപുണ്യ വികസന വിഭാഗം ഇന്ന് ഡയറക്റ്റ് സെല്ലിങ്ങിനെ ഒരു തൊഴിൽ മണ്ഡലമായി മാറ്റിക്കഴിഞ്ഞു. ഇനി നമ്മുടെ നാടിന്റെ ഒരു രീതി വെച്ചിട്ട് 100 പേരെ എടുത്താൽ 95% ആൾക്കാരും ജോലിയെ ആശ്രയിക്കുകയും ഒരു 5% ആൾക്കാർ ബിസിനസ്സിനെ ആശ്രയിക്കുകയും ചെയ്യുന്ന, ചെറുകിട കച്ചവടങ്ങളെ ആശ്രയിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ പൊതുവെ കാണുക. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ പ്രാധാന്യം എന്താന്ന് ചോദിച്ചാൽ വളരെ എളുപ്പത്തിൽ ഞാൻ ജോലിയും ബിസിനസ്സും കൊണ്ടുള്ള ഡിഫറൻസ് പറയാണ്. നിങ്ങൾ ഏത് മേഖലയിൽ ജോലി ചെയ്ത ആളായാലും ആ ജോലിയോടുള്ള എല്ലാ ബഹുമാനവും നിർത്തിക്കൊണ്ട് തന്നെ ആ ജോലിയുടെ പരിമിതികളെ കുറിച്ച് പഠിക്കാനുള്ളൊരു മനസ്സും കൂടെ നിങ്ങൾക്ക് ഉണ്ടാകണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത് രണ്ടും കൊണ്ടുള്ള ഡിഫറൻസ് എന്താണെന്നുള്ള ഞാൻ സൂചിപ്പിക്കുകയാണ്. ഒരു ജോലി എപ്പോഴും ഒരു സ്ലോ ഗ്രോത്ത്, ക്രമാനുഗതമായ ഒരു വളർച്ചയെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മേഖലയാണ്. ഉദാഹരണം പറഞ്ഞാൽ ശരാശരി 3% മുതൽ 5% വരെയൊക്കെയാണ് പരമാവധി ഒരു വർഷം ഒരു ജോലിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കേന്ദ്ര സർക്കാർ ഇത്ര ശതമാനം വർദ്ധിപ്പിച്ചു, 3% വർദ്ധിപ്പിച്ചു, ഇങ്ങനെയൊക്കെ കാണാറുണ്ട് സാലറി. അപ്പോൾ ഒരു 3 to 5% വരെയൊക്കെയാണ് പല ജോലികളിലും എന്താ പറയണ്ടേ ശമ്പള വർധനവ് ഉണ്ടാവാറുള്ളത്. എന്നാൽ ബിസിനസ്സിൽ അങ്ങനെയല്ല. കഴിഞ്ഞ വർഷത്തെ ഉണ്ടാക്കിയതിന്റെ ഇരട്ടി ടേൺ ഓവർ 2ാം കൊല്ലവും അതിന്റെ ഇരട്ടി ഉണ്ടാക്കുന്ന ആൾക്കാരെയൊക്കെ നമുക്കറിയാം. അപ്പോൾ ജോലിയെ അപേക്ഷിച്ച് ബിസിനസ്സിൽ വരുമാന വളർച്ച, എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കൂടുതലാണ്. 1. 2, ജോലിയിൽ പക്ഷെ റിസ്ക് കുറവാണ്. ബിസിനസ് ഓണർക്കാണ് റിസ്ക് എടുക്കേണ്ടി വരിക. ഒരിക്കലും എംപ്ലോയിക്ക് ഒരു റിസ്ക് എടുക്കേണ്ടി വരാറില്ല. പക്ഷേ ബിസിനസ്സിനെ എടുത്തു വെച്ച് പരിശോധിച്ചാൽ മുതലാളിക്കാണ് ഏറ്റവും കൂടുതൽ റിസ്ക് ഉണ്ടാകുക. 3, ജോലിയിൽ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമില്ല. ഒരു ബിസിനസ് ഓണർ ഇൻവെസ്റ്റ് ചെയ്യും. നമ്മൾ നമ്മുടെ സമയം അവിടെ കൊടുത്താൽ മാത്രം മതിയാവും. 8, 10, 12 മണിക്കൂർ മാത്രമായിരിക്കും നമ്മൾ ചെയ്യേണ്ടി വരിക. പക്ഷേ ആ 12 മണിക്കൂറിന് അപ്പുറത്തേക്ക് ഒരു വളർച്ച നമുക്ക് ഉണ്ടാവില്ല എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ്. ഇനി ബിസിനസ്സിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുണ്ട്. ജോലിയിൽ സാലറി ഏൺ ചെയ്യുമ്പോൾ ബിസിനസ്സിൽ വലിയ പ്രോഫിറ്റ് നമുക്ക് ഏൺ ചെയ്യാനുള്ള അവസരമുണ്ട്. ജോലിയിൽ ഫിക്സഡ് വർക്കിംഗ് അവർ ചെയ്യുമ്പോൾ ബിസിനസ് ആസ്വദിച്ച് ചെയ്യുന്നത് പോലെ കൊണ്ട് തന്നെ സമയം നോക്കാറില്ല. ലാഭം സമയത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ആത്മാർത്ഥമായി നിക്ഷേപിക്കാൻ ബിസിനസ്സുകാർ തയ്യാറാവും. ഇനി ജോലിയിൽ ഒരിക്കലും നമ്മുടെ ടാർഗറ്റ് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ ടാർഗറ്റ് നമ്മുടെ ബിസിനസ് ഓണറാണ് ഡിസൈഡ് ചെയ്യുക. ബിസിനസ്സിൽ പക്ഷെ നമ്മുടെ ടാർഗറ്റും നമ്മുടെ വരുമാനവും നമുക്ക് തന്നെ ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഒരു പക്ഷേ പല മേഖലകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്, ജോലിയിൽ നിലവിൽ ആ ജോലിക്ക് കൂടുതൽ വരുമാനം ആ മേഖലയിൽ നിന്ന് സമ്പാദിക്കാൻ ശ്രമിച്ചവരെ, നിയമവിരുദ്ധമായ വരുമാനം ഉണ്ടാക്കാൻ ശ്രമിച്ചവരെ അവരെ ചിത്രീകരിക്കപ്പെടുകയും അവരെ പലതരത്തിൽ എന്താ പറയുക നിയമ നടപടിക്ക് വിധേയരാകുകയും വരെ ചെയ്യാറുണ്ട്. പക്ഷെ ബിസിനസ് അങ്ങനെയല്ല. ബിസിനസ്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടാർഗറ്റോ ടേൺ ഓവറോ കൂട്ടണമെങ്കിൽ സ്വാഭാവികമായും നിങ്ങൾ കൂടുതൽ അധ്വാനിച്ചാൽ കൂടാവുന്നതേ ഉള്ളൂ. ഇനി ജോലിയിൽ സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കണമെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻ കിട്ടിക്കൊണ്ടേയിരിക്കണം. എളുപ്പത്തിൽ ഞാൻ പറഞ്ഞാൽ ഒരു ബൈക്കിൻ്റെയോ കാറിൻ്റെയോ ഷോറൂമിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരു ബൈക്കിൻ്റെയോ കാറിൻ്റെയോ ഷോറൂമിൽ നല്ലൊരു ജോലി കിട്ടണമെങ്കിൽ മിനിമം ഡിഗ്രി വേണം, അല്ലെങ്കിൽ MBA വേണം. മറിച്ച് അത്തരത്തിൽ 50 or 60 സ്റ്റാഫിനെ വെച്ച് നിങ്ങൾക്ക് ഒരു ഷോറൂം തുടങ്ങണമെങ്കിൽ നിങ്ങൾ സ്കൂൾ വിദ്യാഭ്യാസം പോലും ആവശ്യമില്ല, കുറച്ച് പൈസ ഉണ്ടായാൽ മതി. അങ്ങനെ ഏത് മേഖലയും, ഇപ്പം ഞാൻ ഒരിക്കലും ഹോസ്പിറ്റൽ മേഖലയെ ഒരു ബിസിനസ്സായൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എന്നാൽ തന്നെയും വളർന്നു വരുന്ന ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളും കോടികൾ മുടക്കിയുള്ള പരസ്യങ്ങളും കാണുമ്പോൾ അത് ഒരു ബിസിനസ് ആണെന്ന് പറയേണ്ട സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട്. അവിടെയും നിങ്ങൾ നോക്കി അറിയാം, കേരളത്തിലെ 100 ആശുപത്രി എടുത്താൽ അതിൽ 90% ആശുപത്രിയുടെ ഉടമസ്ഥർ ഡോക്ടർമാരായിരിക്കില്ല, ബിസിനസ് ഓണേഴ്സ് ആണ്. അവരുടെ വിദ്യാഭ്യാസം ഒരുപക്ഷെ ശരാശരിയിലും താഴെയുള്ളവരും ഗ്രാജുവേഷൻ പോലും പാസ്സാകാത്ത ആൾക്കാരും കേരളത്തിൽ ഇഷ്ടംപോലെ വ്യവസായ സ്ഥാപനങ്ങൾ പോലെ ആശുപത്രികൾ നടത്താറുണ്ട്. എന്നാൽ വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് ഡിഗ്രി എടുത്ത്, മെഡിക്കൽ ഡിഗ്രി എടുത്ത് 5, 10 വർഷമൊക്കെ പ്രാക്ടീസ് ചെയ്ത ഡോക്ടേഴ്സാണ് അവിടെ ജോലി ചെയ്യുന്നത്. അവരവിടെ ഒരു കരിയറാണ്, പ്രൊഫഷനാണ് ചെയ്യുന്നത്. അതിൻ്റെ ഡിഗ്നിറ്റി അവരുടെ മുമ്പോട്ട് പോക്കിന് ആക്കം കൂട്ടുകയും അവർക്കൊരു കോൺഫിഡൻസ് തരികയും ഒരുപക്ഷെ അവരുടെ സഹോദരങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും വരെ എൻ്റെ മകൻ അല്ലെ മകൾ ഡോക്ടറാണ് എന്ന് പറയുമ്പം ആത്മാഭിമാനം ഉണ്ടാകുകയും ചെയ്യുമെങ്കിലും അങ്ങനെയുള്ള 10, 20, 50 ഡോക്ടേഴ്സിനെ വെച്ച് ജോലി ചെയ്യിക്കുന്ന ബിസിനസ്സുകാരൻ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് വളരെ വലുതാണ്.
ഞാൻ പറഞ്ഞത്, എപ്പോഴും ഒരു ജോലിയും ബിസിനസ്സും തമ്മിൽ അജഗജാന്തരമായ ഒരു വലിയ വ്യത്യാസമുണ്ട് എന്നുള്ളത് എന്നെ കേൾക്കുന്ന ബഹുമാനരായ എല്ലാവരും മനസ്സിലാക്കുക. നമ്മൾ ഡയറക്റ്റ് സെല്ലിങ്ങിലേക്ക് വന്നിട്ടുള്ളതും ഒരു ബിസിനസ് ചെയ്യാനാണ്, അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനാണ്. സ്വാഭാവികമായിട്ടും ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാറുള്ളൊരു കാര്യം, പൊതുവെ ആദ്യം ആലോചിക്കുക എന്ത് ലാഭം കിട്ടും എന്നുള്ളതാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള, ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ഒരിക്കലും ലാഭത്തെക്കുറിച്ച് ആലോചിക്കുന്നതിനേക്കാൾ മുമ്പ് മുടക്ക് മുതൽ തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചിന്ത. രണ്ടാമത്തെ ചിന്തയാണ് ലാഭത്തിലേക്ക് ചെല്ലേണ്ടതുള്ളൂ. ഡയറക്റ്റ് സെല്ലിംഗ് എന്ന ബിസിനസ് കേൾക്കുന്ന ഏതൊരാൾക്കും ഇതിനെ ഒരു ബിസിനസ് എന്ന അയാളുടെ ഒരുപക്ഷെ വളരെ കാലപ്പഴക്കം ചെന്ന 15 കൊല്ലോ 20 കൊല്ലോ 30 കൊല്ലോ പഴയ ഒരു മാനസികാവസ്ഥയിലൂടെ അയാൾ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന ബിസിനസ്സിനെ വിലയിരുത്തുമ്പോൾ, പണ്ട് കാലത്തൊക്കെ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഭൂമി വേണം, തൊഴിലാളി വേണം, മൂലധനം വേണം. വലിയ കടമുറികളും ഫർണിഷ് ചെയ്ത കടമുറികൾ, ലൈറ്റ് വിധാനങ്ങൾ, മറ്റ് കൊടി തോരണങ്ങൾ, സംവിധാനങ്ങളൊക്കെ വെച്ച്, കോടികളുടെയും ലക്ഷങ്ങളുടെയും സ്റ്റോക്ക് വെച്ച്, 50 100 സ്റ്റാഫുകളെ വെച്ച് വലിയ പരസ്യം ചെയ്ത്, പഞ്ചായത്ത് മുനിസിപ്പൽ ലൈസൻസുകളൊക്കെ ആവശ്യമുള്ളതൊക്കെ എടുത്ത്, ഫുഡ് സേഫ്റ്റി ആണെങ്കിൽ അതിൻ്റെ ലൈസൻസൊക്കെ എടുത്ത് വലിയ കോടികൾ മുടക്കി കച്ചവട സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകൾ മാത്രമേ വലിയ ബിസിനസ്സുകാരായി ഉള്ളൂ എന്ന ഒരു പഴഞ്ചൻ ധാരണ ഇന്നും വെച്ച് പുലർത്തുന്ന ധാരാളം ആളുകളെ നമ്മുടെ സമൂഹത്തിൽ കാണാൻ പറ്റും. അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി 2000-ന് ശേഷവും, പ്രധാനമായും പറഞ്ഞ 2010-നും 2020-നും ശേഷമൊക്കെ വന്ന ഇന്നത്തെ ഏറ്റവും വലിയ കോടീശ്വരന്മാരെ എടുത്തു നോക്കിയാൽ, അതിലൊരു 10 വ്യവസായികൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്കറിയാം, 5-ൽ കൂടുതൽ ആളുകളും ഈ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ സിദ്ധാന്തത്തിൽ വിശ്വസിച്ചവരോ അതിലൂടെ നേടിയവരോ അല്ല. പകരം ട്രേഡ് വിത്ത് ടെക്നോളജി, ഇന്നത്തെ കാലഘട്ടത്തിന്റെ വ്യവസായവും ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യവും ഉപയോഗിച്ച് വളർന്ന ആൾക്കാരാണെന്ന് മനസ്സിലാക്കാം. അത് നിങ്ങൾ ഫേസ്ബുക്കുകാരെ നോക്കിയാലും, യൂബറുകാരെ നോക്കിയാലും, ഓലക്കാരെ നോക്കിയാലും, ബാക്കി ഏത് സോഷ്യൽ മീഡിയ, ഇപ്പോൾ സ്വിഗ്ഗി ഉണ്ട്, സൊമാറ്റോ ഉണ്ട്, അങ്ങനെ ഏത് ബിസിനസ്സുകാരെ നിങ്ങൾ നോക്കിയാലും കാണാം, ഇവരൊന്നും ലക്ഷങ്ങൾ പോലും ഇൻവെസ്റ്റ് ചെയ്യാതെ തങ്ങളുടെ പ്രസ്ഥാനം തുടങ്ങിയ ആൾക്കാരാണ്. അപ്പോൾ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന ബിസിനസ് മുമ്പോട്ട് വെക്കുന്നത് ബിസിനസിന്റെ അടിസ്ഥാനപരമായ തത്വങ്ങളിൽ ഒന്നായ മാൻ പവർ മൾട്ടിപ്ലിക്കേഷൻ, മനുഷ്യ പ്രയത്നത്തിന്റെ ഇരട്ടിക്കലിന്റെ ശക്തി. ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ കാണുന്ന എത്ര വലിയ ഗ്രൂപ്പിനെ എടുത്തു നോക്കിയാലും, RP ഗ്രൂപ്പിനെ നോക്കിയാലും, ലുലു ഗ്രൂപ്പിനെ നോക്കിയാലും, അംബാനി റിലയൻസ് ഗ്രൂപ്പിനെ നോക്കിയാലും ഒക്കെ കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഇവിടെയൊക്കെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്ന് ജോലി ചെയ്യുന്നുണ്ട്. ഈ ആളുകളുടെ പ്രവൃത്തി മണിക്കൂർ സംഘടിപ്പിക്കാനും സംയോജിപ്പിക്കാനും ആ പ്രവൃത്തി മണിക്കൂറിലൂടെ വലിയ ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്യാനും കഴിയുന്ന സാമ്പത്തിക ബുദ്ധിശക്തിയും സാമ്പത്തിക വൈദഗ്ധ്യവുമുള്ള, എന്നാൽ അക്കാഡമിക് ലിറ്ററസി, സ്കൂൾ വിദ്യാഭ്യാസം നന്നേ കുറവുള്ള ആളുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾ വരെ ഇന്ന് ഇന്ത്യയിൽ ആയിരക്കണക്കിന് കോടി ടേൺ ഓവറുള്ള പ്രസ്ഥാനങ്ങളായി വളർന്നു കഴിഞ്ഞു. അപ്പോൾ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന ബിസിനസിന്റെ ഹിസ്റ്ററിയെ കുറിച്ച് പറയുന്നതിന് മുമ്പ്, ഡയറക്റ്റ് സെല്ലിംഗ് എന്ന ബിസിനസ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഓഫർ കൂടുതൽ വർക്കിംഗ് അവറിലൂടെ കൂടുതൽ ടേൺ ഓവറും പ്രോഫിറ്റും ഉണ്ടാക്കലാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ് ഇന്ത്യയിൽ എങ്ങനെ എന്ന് ചോദിച്ചാൽ, ഞാൻ നിങ്ങളെ ആദ്യം തന്നെ ഒരു വാർത്ത കാണിച്ചിരുന്നു. 2014 തന്നെ ഫിക്കിയുടെ മീറ്റിംഗിൽ ഡയറക്റ്റ് സെല്ലിങ്ങിനെ അവർ വിശേഷിപ്പിച്ചത് ഡയറക്റ്റ് സെല്ലിംഗ് ഗ്ലോബൽ ഇൻഡസ്ട്രി എംപവറിംഗ് മില്യൺസ് ഇൻ ഇന്ത്യ എന്ന, ഇന്ത്യയിലെ ദശലക്ഷക്കണക്കിന് ആളുകളെ ആവേശഭരിതമാക്കാൻ പറ്റുന്ന ആഗോള വ്യവസായം 2014 തന്നെ പറഞ്ഞതാണ്. ഇത് കൂടാതെ 2016 സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ ഡയറക്റ്റ് സെല്ലിങ്ങിന് വേണ്ടി മാത്രം ഗൈഡ് ലൈൻ ഇറക്കുകയും അതാത് സംസ്ഥാന സർക്കാരുകൾക്ക് ഡയറക്റ്റ് സെല്ലിങ്ങിനെ മോണിറ്റർ ചെയ്യാൻ ആവശ്യമായ നിയമനിർമ്മാണങ്ങൾ ഉണ്ടാക്കി ഈ ഇൻഡസ്ട്രിയെ പരിപോഷിപ്പിക്കാൻ വേണ്ട എല്ലാ അധികാരങ്ങളും സഹായങ്ങളും കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുകയും അതിനെ പിൻപറ്റി 2015 ജൂലൈ 29 കേരള സർക്കാരും തുടർന്ന് രാജസ്ഥാൻ അടക്കം തമിഴ്നാട് അടക്കമുള്ള പല സംസ്ഥാനങ്ങളും ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സിനെ ഇന്ന് അവരുടെ നാട്ടിലെ ആ സംസ്ഥാനത്തിന്റെ പ്രധാന വരുമാന മാർഗങ്ങളിൽ മുൻഗണന കിട്ടുന്ന മേഖലകളായി പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. അതിനുവേണ്ട പരിശീലനങ്ങളും സപ്പോർട്ടുകളും എല്ലാം ഇന്ന് എല്ലാ സംസ്ഥാനങ്ങളിലും ബിസിനസ്സിനുണ്ട്. കേരളത്തിലാണ് വിവിധ ട്രേഡ് യൂണിയനുകൾ അവരുടെ പ്രവർത്തനം കഴിഞ്ഞ 10 വർഷത്തിലേറെയായി ശക്തിപ്പെടുത്തി കഴിഞ്ഞു. വിവിധ ട്രേഡ് യൂണിയനുകൾ അവരുടെ അംഗസംഖ്യ കൂട്ടാനും പ്രവർത്തന ബലം കൂട്ടാനും ട്രേഡ് യൂണിയനുകൾ ഇവിടെ എന്താ പറയണ്ടേ ശക്തമായ പ്രവർത്തനവും സംഘടനാ ചട്ടക്കൂടിൽ നിന്ന് വരെ മുമ്പോട്ട് പോയി കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്കും നമ്മുടെ ബിസിനസ്സിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിത മുന്നേറ്റത്തിനും ഡയറക്റ്റ് സെല്ലിംഗ് നൽകുന്ന കോൺട്രിബ്യൂഷൻ ചെറുതല്ല എന്ന് രാജ്യത്തെ എല്ലാ പ്രധാനപ്പെട്ട ഭരണ നേതൃത്വങ്ങൾക്കും തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഈ സമയപരിമിതിയുടെ ഒരു ഒരു ഇതുള്ളതുകൊണ്ട് തന്നെ കുറച്ച് സ്പീഡിലാണ് പോകുന്നത്. എന്നെ കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് ഞാനൊന്ന്
മനസ്സിലാവുന്ന ഒരു തമ്പ് ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചേക്കണേ. യെസ് യെസ് യെസ്. ഈ ഡിജിറ്റൽ മീറ്റിങ്ങിന്റെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഒരു ഹോൾ മീറ്റിങ്ങിൽ കിട്ടുന്ന സമയ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടത്തില്ല. വളരെ വേഗത്തിൽ ഇത് മനസ്സിലാകാത്ത ഒരാളുടെ മുഖത്ത് നോക്കി ഒന്നുകൂടെ പറയൂ എന്ന് അയാൾക്ക് ഒന്ന് ഒന്ന് മിണ്ടാനോ ഉരിയാടാനോ ഒരു ഗ്യാപ്പ് പോലും കൊടുക്കാതാണ് ഈ ഡിജിറ്റൽ മീറ്റിംഗ്, ഓൺലൈൻ മീറ്റിംഗ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഒരു സ്റ്റോപ്പ് നിങ്ങൾക്ക് ഇട്ട് നിങ്ങളുടെ ഒരു ടെമ്പറേച്ചർ ഒന്ന് നോക്കിയതാണ്. ഓക്കെ, അപ്പം അത് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സിൽ ഏതൊരാളും മുമ്പോട്ട് പോകുന്ന സമയത്ത് അയാളെ സംബന്ധിച്ച്, അതായത് ഞാൻ 2014 ഡയറക്റ്റ് സെല്ലിംഗ് മൈലേജ് സ്റ്റീൽ കമ്പനിയിൽ വന്നു. അതിനു മുമ്പ് തന്നെ ഒരു സത്യം ഞാൻ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ ബിസിനസ് എൻ്റെ കരിയർ ആക്കാം എന്ന് ഞാൻ തീരുമാനിച്ചത്. ആ സത്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ, ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റുപോയ ഒരു സാമ്പത്തിക ശാസ്ത്ര സംബന്ധിയായ പുസ്തകമായ റിച്ച് ഡാഡ് പുവർ ഡാഡ്, ബിസിനസ് സ്കൂൾ തുടങ്ങി കുറേ പുസ്തകങ്ങൾ എഴുതി, അതായത് ഏറ്റവും കൂടുതൽ സാധാരണക്കാരൻ വാങ്ങിച്ച് വായിച്ച ഒരു സാമ്പത്തിക ശാസ്ത്ര പുസ്തകം, അതാണ് റിച്ച് ഡാഡ് പുവർ ഡാഡ്. ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരനായ റോബർട്ട് കിയോസാക്കി എന്ന ജാപ്പനീസ് എക്കണോമിസ്റ്റ്, അദ്ദേഹം എന്താ പറയണ്ട, അമേരിക്കൻ ഭരണകർത്താക്കളുടെ വരെ സാമ്പത്തിക ഉപദേഷ്ടാവായിട്ട് ജോലി ചെയ്ത മനുഷ്യനാണ്. അദ്ദേഹം പണം ഉണ്ടാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളെ 4ആയി തരംതിരിക്കുകയുണ്ടായി. ഞാൻ ആ സ്ലൈഡ് നിങ്ങളുടെ മുമ്പിൽ വീണ്ടും ഷെയർ ചെയ്യാം. 4ആയി തരംതിരിക്കുകയുണ്ടായി. അത് ESBI എന്നാണ്. എംപ്ലോയി, ഇ സ്റ്റാൻഡ്സ് ഫോർ എംപ്ലോയി, എസ് ഫോർ സെൽഫ് എംപ്ലോയി, ബി ഫോർ ബിസിനസ്സുകാരൻ, ഐ ഫോർ ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലിസ്റ്റ്, എങ്ങനെ വേണം എടുക്കാം. ഇതിൽ എന്നാൽ എംപ്ലോയി ആണ്. നമ്മുടെ നാട്ടിലെ 90% അല്ലെങ്കിൽ വരുന്ന ആൾക്കാരാണ് എംപ്ലോയികൾ. 8 മണിക്കൂറോ 10 മണിക്കൂറോ 12 മണിക്കൂറോ ജോലി ചെയ്യുന്ന എല്ലാവരും എംപ്ലോയി പെടും. 2 സെൽഫ് എംപ്ലോയി, ഉദാഹരണം പറഞ്ഞാൽ ഒരു കരിയറായി ഡെവലപ്പ് ചെയ്യുന്ന ഡോക്ടർ, എഞ്ചിനീയർ, വക്കീൽ, കൃഷിക്കാരൻ, ഒരു അധ്യാപകൻ, ഒരു സ്കൂൾ ടീച്ചർ, ഇവരെല്ലാം വരുന്നത് ഇത് നാലിലും പെടാത്ത ആൾക്കാർ ഭൗതിക ജീവിതത്തിൽ ആരുമില്ല. ആത്മീയ ജീവിതത്തിൽ സന്യാസിമാരെ പോലുള്ള ആൾക്കാരൊക്കെ ഇത് നാലിലും പെടത്തില്ല. എന്നെ നിങ്ങളെ പോലെയുള്ള സാധാരണ ഭൗതിക ജീവിതം, കുടുംബജീവിതമൊക്കെ നയിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ 4 ഏതെങ്കിലും ഒന്നിൽ പെടും. ഇതിൽ ഈ 4 കൂട്ടരും കൂടെ ഉള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഈ എംപ്ലോയിയുടെ പ്രത്യേകത, എംപ്ലോയി മിനിമം 8, 10, 12 മണിക്കൂറായിരിക്കും പരമാവധി ജോലി ചെയ്യാൻ പറ്റുക. അതിൻ്റെ ഒരു പൈസ അയാൾക്ക് മാസം കിട്ടുന്നു. അവിടെ അയാൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്ന പ്രവൃത്തി മണിക്കൂറിൻ്റെ പൈസ മാത്രമേ അയാൾക്ക് കിട്ടാറുള്ളൂ, അത് കൂടുതൽ കിട്ടാറില്ല. സെൽഫ് എംപ്ലോയിയുടെ പ്രത്യേകത, അയാളും ഒരു പക്ഷേ ഒരു 2 3 ആൾക്കാർ ജോലി ചെയ്താൽ കിട്ടാവുന്ന പരമാവധി വരുമാനമായിരിക്കും അയാൾക്ക് കിട്ടുക. ഇനി ഒരു ബിസിനസ് ഓണറെ നോക്കിയാൽ, ഒരു 50 സ്റ്റാഫിനെ വെച്ച് ജോലി ചെയ്യിക്കുന്ന ഒരു ബൈക്കിൻ്റെയോ കാറിൻ്റെയോ ഷോറൂംകാരനെ നോക്കിയാൽ, അയാൾ 50 സ്റ്റാഫ് 8 മണിക്കൂർ വെച്ച് ജോലി ചെയ്യുമ്പോൾ ഒരു ദിവസം ശരാശരി 400 മണിക്കൂറിൻ്റെ വരുമാനം അയാൾക്ക് കിട്ടുന്നു. അത് മിക്കവാറും 5 ലക്ഷമോ 10 ലക്ഷമോ ഒക്കെ മാസം കൂടാറുണ്ട്, അതൊക്കെ മേളിൽ പോകാറുമുണ്ട്. ഇനി വ്യവസായികളെ നോക്കിയാൽ, ആയിരക്കണക്കിന് ആൾക്കാർ 8 മണിക്കൂർ വെച്ച് ജോലി ചെയ്യുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന വരുമാനം വളരെ വലിയ വരുമാനമായി കാണാറുണ്ട്. അപ്പോൾ റോബർട്ട് കിയോസാക്കി പറഞ്ഞു നിർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ലോക ജനസംഖ്യയിൽ 95% ആൾക്കാർ എംപ്ലോയി, സെൽഫ് എംപ്ലോയി കാറ്റഗറി വരുന്ന ആൾക്കാരാണ്. അതായത് E&Sൽ വരുന്നവരാണ് 95% ആൾക്കാർ. ബാക്കി 5% ആൾക്കാർ മാത്രമാണ് ബിസിനസ്സുകാരും ഇൻവെസ്റ്റേഴ്സുമായിട്ടുള്ളത്. ഈ ES ആൾക്കാരായ 95% ആൾക്കാർക്കും കൂടി ലോകത്ത് ജീവിക്കാനുള്ളത് 5% പണവും, ശ്രദ്ധിച്ച് കേൾക്കുമെന്ന് വിശ്വസിക്കുന്നു, ഈ ലോകം ഉള്ളത് 5% ആണെങ്കിൽ വ്യവസായികളുടെയും ബിസിനസ്സുകാരുടെയും കയ്യിലാണ് ബാക്കി 95% പൈസ ഇരിക്കുന്നത്.
അതായത് നിങ്ങൾക്ക് സാമ്പത്തികമായി മെച്ചപ്പെട്ട ഒരാളാവണമെന്നുണ്ടെങ്കിൽ, പണം ജീവിതത്തിൽ നമുക്കൊരു പ്രശ്നമല്ലാത്ത സാഹചര്യത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ, കുറെ ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു നല്ല കരിയർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, രാഷ്ട്ര നിർമ്മാണത്തിന് കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു നികുതിദായകനാണ് എന്ന് ആത്മാഭിമാനത്തോടെ നിങ്ങൾക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ക്വാഡ്രന്റ് ചേഞ്ച് ചെയ്യണം എന്നാണ് റോബർട്ട് കിയോസാക്കി പറഞ്ഞു വെക്കുന്നത്. ക്വാഡ്രന്റ് ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇയിലോ എസിലോ നിൽക്കുന്നോ നിങ്ങൾ ബിയിലോട്ട് മാറണം. ഐയിലോട്ട് പെട്ടെന്ന് മാറാൻ പറ്റില്ല. ഇയിലോ എസിലോ നിൽക്കുന്ന നിങ്ങൾ, എംപ്ലോയിയോ സെൽഫ് എംപ്ലോയി ആയ നിങ്ങൾ, ഇവിടെ നിന്ന് എത്ര അഭ്യാസം കാണിച്ചാലും ഒരു പരിധി കൂടുതൽ പണം വരില്ല. സ്വാഭാവികമായി അത് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബിസിനസ് പ്രൊഫൈലിലോട്ട് മാറണം. ബിസിനസ്സിലോട്ട് മാറുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കൂടുതൽ ആൾക്കാരുടെ പ്രവൃത്തി മണിക്കൂർ ഉപയോഗിക്കുക എന്നാണ് അർത്ഥം. ബിസിനസ്സിലേക്ക് മാറണമെങ്കിൽ സ്വാഭാവികമായി വലിയ പണം മുടക്ക് ആവശ്യമുണ്ടാവും. അങ്ങനെ വലിയ പണം മുടക്ക് ആവശ്യമില്ലാതെ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം പറഞ്ഞ് അവസാനിക്കുന്ന പേജ് ഇങ്ങനെയാണ്. ഞാൻ ആ പുസ്തകം വളരെ പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു പണവും കയ്യിലില്ലാതെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ട്രൂ വെൽത്ത്, ശരിയായ സമ്പത്ത്, വൈറ്റ് മണി ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ ക്വാഡ്രന്റ് ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങൾ ഒരു നല്ല ഡയറക്ട് സെല്ലിംഗ് കമ്പനിയെ തിരഞ്ഞെടുക്കുക. ഒരു സാധാരണക്കാരന് ലോകത്ത് കിട്ടാവുന്നതിൽ ക്വാഡ്രന്റ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല അവസരമാണ് യഥാർത്ഥ ഒരു ജെനുവൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയെ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളെല്ലാവരും, നിങ്ങൾ ഏത് മാനസികാവസ്ഥയിൽ ഞാൻ ഈ പറയുന്നതിനെ ചിന്തിച്ചാലും ശരി, എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എടുത്തതിൽ ഏറ്റവും ശരിയായ തീരുമാനം മൈ ലൈഫ് സ്റ്റൈൽ എന്ന കമ്പനിയിലേക്ക് വന്നു എന്നുള്ളതാണ്. ഈ തീരുമാനം ശരിയാണ് എന്ന് തിരിച്ചറിയാൻ ബഹുമാനപ്പെട്ട നിങ്ങൾക്ക് 3 കൊല്ലമോ 4 കൊല്ലമോ എടുത്തേക്കാം. ആ 3-4 കൊല്ലം ഈ ബിസിനസ് നമ്മൾ സജീവമായി പ്രവർത്തിക്കണമെന്ന് മാത്രം. ഇത് തുടങ്ങി പ്രവർത്തിക്കാണ്ട് വെറുതെ ഇരുന്ന ഒരാളെ സംബന്ധിച്ച് 4ാമത്തെ വർഷം ഈ തീരുമാനം ശരിയാണെന്ന് തോന്നില്ല. ഇതൊന്നല്ല ഒരു ബിസിനസ്. മറിച്ച് ഇത് ശരിയാണെന്ന് തോന്നണമെങ്കിൽ നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് എന്തിനു വന്നു എന്നുള്ളത്, എന്തുകൊണ്ട് മൈലേസിൽ ചെയ്തു എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഒന്ന്, എങ്ങനെയാണ് നമുക്കൊരു ജെനുവനായ നല്ല ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയെ തിരിച്ചറിയാൻ കഴിയുക? എങ്ങനെയാണ് ഈ ഡയറക്ട് സെല്ലിംഗ് രംഗത്ത് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി നല്ലതാണെന്ന് പലർക്കും മനസ്സിലാവും, പക്ഷെ നല്ല കമ്പനികളെ തിരിച്ചറിയാനുള്ള എക്സ്പീരിയൻസ് പലർക്കും ഇല്ല. ഭാഗ്യം കൊണ്ട് നല്ല ശതമാനം ആൾക്കാർ മൈലേജ് സ്റ്റൈലിൽ ആദ്യം തന്നെ വരുന്നു. പക്ഷെ നിരവധി ആൾക്കാർ എനിക്ക് നേരിട്ടറിയാം, അവർ പലരും തെറ്റായ പല കമ്പനികളിലും പോയി സാമ്പത്തികവും അല്ലാതെയുമായ നഷ്ടങ്ങൾ ഉണ്ടായതിനു ശേഷം മനസ്സും അടുത്ത് മൈലേജ് സ്റ്റൈലിൽ വന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രതീക്ഷ നഷ്ടപ്പെട്ട് ഇതായിരുന്നു ഞാൻ ആദ്യം വരേണ്ടത് എന്ന കുറ്റബോധത്തോടെ വന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ആദ്യം ഞാൻ വന്നത് തന്നെ ഇതിലാണല്ലോ എന്ന ചാരിതാർത്ഥ്യത്തോടും നന്ദിയോടും ദൈവത്തിന് കടപ്പാടോടും ദൈവത്തോട് നന്ദി പറഞ്ഞിട്ടും വരുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്നെ കേൾക്കുന്ന ഇപ്പൊ ഈ സൂമിൽ മാത്രം ഇരിക്കുന്ന 1000 പേരുണ്ടാവും. ഈ 1000 പേരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എടുത്ത തീരുമാനം ശരിയാണ്. അറിഞ്ഞോ അറിയാതെയോ ഒരു നല്ല കമ്പനിയിൽ വരാൻ കഴിയുക എന്നുള്ളത് വളരെ വലിയൊരു ഭാഗ്യമാണ്. നിങ്ങളുടെ ഫസ്റ്റ് കമ്പനി തന്നെ ആ തരത്തിൽ നല്ല ഒരു കമ്പനിയാണ് എന്നുള്ളത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഇനി എങ്ങനെയാണ് നല്ലൊരു കമ്പനി നമുക്ക് തിരിച്ചറിയാൻ പറ്റുക? ഒന്ന്, കാര്യം നമ്മളൊക്കെ ഒരുപക്ഷെ നമ്മളൊരു വീട് വെക്കാൻ പോകുന്നെങ്കിൽ, നമുക്കൊരു വലിയ അളവിൽ തടി വേണമെങ്കിൽ നമ്മളൊരു കാർപ്പൻറ്ററേയും കൊണ്ടുപോയായിരിക്കും തടി എടുക്കുക. നിങ്ങളൊരു യൂസ്ഡ് കാർ വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിച്ചാൽ നിങ്ങളൊരു നല്ല മെക്കാനിക്കിനെയും കൊണ്ടുപോയിട്ടായിരിക്കും വാങ്ങിക്കുക. മീൻസ് ആ മേഖലയിൽ ഒരു എക്സ്പേർട്ടിനെ നമുക്ക് ആവശ്യമാണ്. ഡയറക്ട് സെല്ലിങ്ങിൽ അങ്ങനെ ഒരു എക്സ്പേർട്ട് ഇല്ലാഞ്ഞിട്ട് കൂടി നല്ല കമ്പനിയിലേക്ക് നിങ്ങൾക്ക് വരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഭാഗ്യമാണ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം ഒരു കമ്പനിയെ സെലക്ട് ചെയ്യുമ്പോൾ ഒന്ന്, നല്ല ആ കമ്പനിയുടെ പ്രൊഫൈൽ നമ്മൾ ശ്രദ്ധിക്കണം. നല്ല പ്രൊഫൈലുള്ള കമ്പനി ആയിരിക്കണം. 2, അവരുടെ പ്രോഡക്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി സഹായം ഇല്ലാതെ തന്നെ പ്രോഡക്റ്റിന്റെ ഗുണനിലവാരം വെച്ച് വിറ്റഴിക്കാനും വീണ്ടും വാങ്ങി ഉപയോഗിക്കാൻ ആൾക്കാരെ പ്രേരിപ്പിക്കുന്നതും ആകണം. 3, ആ കമ്പനിയുടെ വരുമാനം തരാൻ പറ്റുന്ന കോമ്പൻസേഷൻ പ്ലാൻ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവരുടെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ നല്ല വരുമാനം കൊടുക്കാൻ പറ്റുന്നതായിരിക്കണം. 4, അവരുടെ ബിസിനസ് എഡ്യൂക്കേഷൻ പ്രോപ്പർ ആയിരിക്കണം. പുതുതായി കടന്നു വരുന്ന ഒരു വ്യക്തിയെ എന്താണ് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ ചെയ്യേണ്ടതെന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ ഒരു സിസ്റ്റം ഉണ്ടാവണം. 6, ആ കമ്പനിയുടെ മൊത്തത്തിലുള്ള മാർക്കറ്റിംഗ് സിസ്റ്റം പ്രോപ്പർ ആയിരിക്കണം, അല്ലെങ്കിൽ പക്കയായിരിക്കണം. 5. ഇങ്ങനെ 5 പോയിന്റുകളും ഒരുപോലെ വരുന്ന, അതായത് നമ്മുടെ പ്രൊഫൈൽ ഓഫ് ദ കമ്പനി എന്ന് എളുപ്പത്തിൽ പറഞ്ഞാൽ 2013 ഡൽഹിയിൽ സ്റ്റാർട്ട് ചെയ്ത ഈ കമ്പനി ഇന്ന് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഔട്ട്ലെറ്റുകളും ഫ്രാഞ്ചൈസികളുമായി 10,000-ത്തിനടുത്ത് ഔട്ട്ലെറ്റുകളുള്ള കമ്പനിയായിട്ട് വളർന്നു. എല്ലാ ജില്ലകളിലും
1 രൂപ പോലും കൊടുക്കാണ്ട് നടത്താൻ പറ്റുന്ന മീറ്റിംഗ് സെന്ററുകളുണ്ട്. ഈ ബിസിനസ് കേൾപ്പിക്കാൻ ഒരാളെ കൃത്യമായി പരിശീലനം ഓൺലൈനിലും ഓഫ്ലൈനിലും കൊടുക്കുന്നു. 2, നമ്മുടെ പ്രോഡക്റ്റുകൾ ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ അടക്കം 100-ലേറെ പ്രോഡക്റ്റുകൾ 2-3 വർഷം എക്സ്പയറി ഉള്ള ഉന്നത ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ വിൽക്കുന്നുണ്ട്. നല്ല പ്രോഫിറ്റ് അതിന് നമുക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. 3 ബെസ്റ്റ് കോമ്പൻസേഷൻ പ്ലാനാണ്. ഏറ്റവും മിനിമം ഇൻകം 450 രൂപ മുതൽ 2,10,000 വരെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന കോമ്പൻസേഷൻ പ്ലാൻ. ബിസിനസ് എഡ്യൂക്കേഷന് വേണ്ടി മാത്രം ഹാർവസ്റ്റ് സക്സസ് അക്കാഡമി അടക്കമുള്ള എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമുകൾ നമുക്കുണ്ട്. 5, ശക്തമായ മാർക്കറ്റിംഗ് സിസ്റ്റം. എല്ലാ പ്രധാനപ്പെട്ട സ്റ്റേറ്റുകളിലും റീജിയണൽ ഓഫീസ്, റീജിയണൽ മാനേജർമാരുടെ കൂടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായ ശക്തമായ മാർക്കറ്റിംഗ് ടീം. അങ്ങനെ എല്ലാം കൊണ്ടും നമ്മൾ എടുത്തതിൽ ഏറ്റവും നല്ല തീരുമാനമാണ് ഈ ബിസിനസ് തുടങ്ങുക എന്നുള്ളത്. ഇനി നമ്മുടെ കമ്പനിയെക്കുറിച്ച് വളരെ ചുരുക്കി എന്ന് പറഞ്ഞാൽ, നമ്മുടെ കമ്പനി ഡൽഹി ആസ്ഥാനമായി സ്റ്റാർട്ട് ചെയ്തു. മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും കമ്പനിക്ക് റീജിയണൽ ഓഫീസുകളായി. മുംബൈ, കൊൽക്കത്ത, ആസാം, കൊച്ചി ഒക്കെ നമുക്ക് റീജിയണൽ ഓഫീസുകളായി. 2013 ഓഗസ്റ്റ് 14 നമ്മൾ ഡൽഹി ആസ്ഥാനമായി സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഏതാണ്ട് 700-ലേറെ, 600 എന്നുള്ളത് എനിക്ക് തോന്നുന്നു പഴയ കണക്കാൻ തോന്നുന്നു, 700-800 ഫ്രാഞ്ചൈസികൾ നമുക്ക് എല്ലായിടത്തും ആയി കഴിഞ്ഞു. ISO 9000 2008 സർട്ടിഫൈഡ് കമ്പനിയാണ്. ഫിക്കിയിൽ മെമ്പറാണ്, FDSA മെമ്പറാണ്. സ്കിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് 10,000-ലേറെ ആൾക്കാർക്ക് സ്കിൽ ഇന്ത്യയുടെ സർട്ടിഫൈഡ് ഇൻഡിവിജ്വൽ സെയിൽസ് പേഴ്സൺ എന്ന പേരിൽ, ISP എന്ന പേരിൽ ഒരു എക്സാമിനേഷൻ അടക്കം നടത്തി അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുത്ത കമ്പനിയാണ്. ഇന്ത്യയിൽ ഏറ്റവും നല്ല ഹെൽത്ത് കെയർ ബ്രാൻഡുള്ള അവാർഡ് 2019, 2022 ഒക്കെ വാങ്ങി ടൈംസ് ഓഫ് ഇന്ത്യയുടെ അവാർഡ് വാങ്ങിയ കമ്പനി. ഓൺ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ ഓൺ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട്. ആയുഷ് പ്രീമിയം പ്രോഡക്റ്റുകൾ 22, ഇപ്പോൾ 23, 24 പ്രോഡക്റ്റുകൾ ആയുഷ് പ്രീമിയം ആയി. ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഇന്ത്യയിൽ ഏറ്റവും വലിയ കമ്പനി എന്ന നിലയ്ക്ക് മൈലേജ് സ്റ്റൈൽ വളർന്നു കഴിഞ്ഞു. ഇന്റർനാഷണൽ ഓപ്പറേഷനും നമ്മൾ വളരെ അടുത്ത് തന്നെ, ഒരുപക്ഷെ കോവിഡ് വന്നില്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ഇന്റർനാഷണൽ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താൽ. ഇനി പ്രധാനമായും 4-5 ബ്രാൻഡുകൾ നമുക്കുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ പൈലറ്റ് ബ്രാൻഡ് എന്ന് പറയുന്നത് എലമെന്റ്സ് വെൽനസ് ആണ്. അത് കൂടാതെ ഓൺ ആൻഡ് ഓൺ, ആഹാർ, MI ഹോം, ന്യൂ സ്റ്റാർ, ഇന്ത്യാഗ്രോ എന്ന ബ്രാൻഡിൽ 100-ലേറെ ഉൽപ്പന്നങ്ങൾ നമ്മൾ വിറ്റഴിക്കുന്നു. നമ്മുടെ സയന്റിസ്റ്റുകൾ ഡോക്ടർ DB അനന്തനാരായണ, ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രതിഭാധനനായ, കഴിവ് തെളിയിച്ച, 10 വർഷത്തിലേറെ ഡാബറിലും ഹിന്ദുസ്ഥാൻ ലിവറിലും ഒക്കെ അവരുടെ ഗവേഷണ വിഭാഗം തലവനായിട്ട് ജോലി ചെയ്ത വ്യക്തി, കേന്ദ്ര ആയുഷ് കൗൺസിൽ വരെ അംഗമായിരുന്ന വ്യക്തി, ധാരാളം പുസ്തകങ്ങൾ ആയുർവേദത്തെ സംബന്ധിച്ചും എഴുതി കഴിഞ്ഞ് പ്രസിദ്ധീകരിച്ച വ്യക്തി. അപ്പോൾ ഈ രംഗത്ത് ഒരു അവസാന വാക്ക് എന്ന് ആയുർവേദ രംഗത്തുള്ളവരും അതുപോലെ തന്നെ സയന്റിസ്റ്റുകളൊക്കെ തന്നെ വിശേഷിപ്പിക്കുന്ന ഒരു വലിയ പ്രതിഭാധനനാണ് 2015 തൊട്ട് നമ്മുടെ ഗവേഷണത്തിന് ചുക്കാൻ പിടിക്കുന്നത് എന്നുള്ളത് നമുക്ക് തന്നെ അഭിമാനം തരുന്ന കാര്യമാണ്. അതുകൂടാതെ നമ്മുടെ പേഴ്സണൽ കെയർ പ്രൊഡക്റ്റുകൾക്ക് KC ഗവൺഡൻ എന്ന് പറഞ്ഞ 10-15 വർഷത്തിലേറെ ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ R&D ഹെഡായിട്ട് വർക്ക് ചെയ്ത ആൾ അദ്ദേഹമാണ്, ഡോക്ടർ KC ഗവൺഡൻ. പിന്നെ നമ്മുടെ ചീഫ് കൺസൾട്ടന്റ് KK രാജേഷ് സാറ്. ഇങ്ങനെ ഇവരടങ്ങുന്ന ഒരു വലിയ നിര നമ്മളെ സംബന്ധിച്ച് നയിക്കാനുണ്ട്. ഇവരുടെ എക്സ്പീരിയൻസ് ആണ് നമ്മുടെ അസറ്റ് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഞാൻ പറയും, ലോകത്തെ ഏറ്റവും വലിയ സമ്പാദ്യം, അസറ്റ് എന്ന് പറയുന്ന എക്സ്പീരിയൻസ് ആണെന്ന് പറയും. ആ നിലയ്ക്ക് ഇവരുടെ എക്സ്പീരിയൻസ് നമ്മുടെ കുടുംബങ്ങളുടെ സാമ്പത്തിക ഭദ്രത വർദ്ധിപ്പിക്കാൻ കൂടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിജയം. ഇനി ഇത് കൂടാതെ എന്തൊക്കെയാണ് നമുക്ക് ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഇവിടെ ചെയ്യേണ്ടത്, മീൻസ് ഇതിൻ്റെ ആക്ടിവിറ്റികൾ എന്തൊക്കെയാണ്? ആക്ടിവിറ്റികൾ, അതായത് ഇത് ഇപ്പം നമ്മൾ ഡയറക്റ്റ് സെല്ലിംഗ് എന്താന്ന് പഠിച്ചു, മൈലേജ് സ്റ്റീൽ കമ്പനി എന്താന്ന് പഠിച്ചു, എന്തുകൊണ്ട് മൈലേജ് സ്റ്റീൽ ചെയ്യണമെന്ന് പഠിച്ചു, ഈ കമ്പനിയുടെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് പഠിച്ചു, നമ്മുടെ പ്രോഡക്റ്റ് കാറ്റഗറി പഠിച്ചു, R&D ആരൊക്കെയാണെന്നുള്ളത് പഠിച്ചു. ഇനി എന്താണ് ഈ ബിസിനസ്സിലൂടെ നമ്മൾ ചെയ്യേണ്ടത്? നമ്മളെ ഒരു ഡിസ്ട്രിബ്യൂട്ടറായി അപ്പോയിന്റ് ചെയ്തത് വഴി ഈ കമ്പനി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. സ്വാഭാവികമായും ഡിസ്ട്രിബ്യൂട്ടർ എന്ന വാക്കിന്റെ മലയാള അർത്ഥം വിതരണക്കാരൻ എന്നാണ്. സാധാരണ ഇത് നമ്മൾ എടുക്കുന്ന പല ഡിസ്ട്രിബ്യൂഷിപ്പുകൾക്ക് ഒരു ഏരിയ ഉണ്ടാവും. ഞാൻ 2011 മുതൽ 2013 വരെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടറായിരുന്നു, ആലപ്പുഴ ജില്ല ഡിസ്ട്രിബ്യൂട്ടറായിരുന്നു. അപ്പം അരൂര് മുതൽ, എറണാകുളത്തിനും ആലപ്പുഴയ്ക്കുടെയും ബോർഡറായിട്ടുള്ള അരൂര് മുതൽ കായംകുളത്തിനപ്പുറത്ത് കൊല്ലത്തിന്റെ ബോർഡറായ കൃഷ്ണപുരം വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ആ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്തുകൊണ്ടിരുന്ന പണിയാണ് എൻ്റെത്. അപ്പോൾ ശരാശരി ഒരു 8 ലക്ഷം 10 ലക്ഷം രൂപയുടെ വരെ ഉൽപ്പന്നം ഒരു മാസം വിൽക്കുകയും അതിൻ്റെ 7% എനിക്ക് പ്രോഫിറ്റ് കിട്ടിയിരുന്നത്. അത് സൂക്ഷിക്കാൻ വേണ്ട ഗോഡൗൺ, ആ ഉൽപ്പന്നങ്ങൾ കൊണ്ടു നടക്കാൻ വേണ്ടിയിരുന്ന വണ്ടികൾ, അവിടെ ജോലി ചെയ്യാൻ വേണ്ടിയിരുന്ന സ്റ്റാഫ് ഒക്കെ ഞാൻ പണം കൊടുത്ത് വെക്കുകയും അവർക്ക് ശമ്പളം കൊടുത്ത് ഞാൻ നിർത്തുകയും
അതിന് ശതമാനമായി എനിക്ക് 7% കമ്മീഷൻ കിട്ടുകയും ചെയ്തിരുന്നു. പക്ഷേ ആ ബിസിനസ് ക്ലോസ് ചെയ്യേണ്ടി വന്നു എന്നുള്ളത് ഞാൻ ആമുഖത്തിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസിന്റെ പ്രത്യേകത യാതൊരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ആണെന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത. എന്തൊക്കെയാണ് നമ്മുടെ ആക്ടിവിറ്റി? ഇവിടം തൊട്ട് അങ്ങോട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫീൽഡിൽ പ്രവർത്തിക്കേണ്ടതാണ് എന്ന് അഭ്യർത്ഥിക്കുന്നു. കാര്യം മാർക്കറ്റിംഗ് ക്ലാസ്സുകളിൽ നിന്ന് പഠിക്കാൻ പറ്റില്ല. മാർക്കറ്റിംഗ് തെരുവിൽ നിന്ന് പഠിക്കുന്നതാണ് നല്ലതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതായത് പലർക്കും ഈ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സെയിൽസ് എന്ന് പറയുന്നത് ഇച്ചിരി പാടുള്ള പണിയായിട്ടാണ് തോന്നുന്നത്. ഒരു സത്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. ലോകത്ത് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്ന ആൾക്കാർ മുഴുവൻ സെയിൽസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണെന്ന് മനസ്സിലാക്കുക. ഒരിക്കലും ഒരു നല്ല ഉദ്യോഗസ്ഥൻ വലിയ കോടീശ്വരനായ ചരിത്രമൊന്നുമില്ല. ഒരിടത്തും 8, 10, 12 മണിക്കൂർ ജോലി ചെയ്യുന്നുള്ള കാരണം കൊണ്ട് ഒരു വ്യക്തിയും സാമ്പത്തികമായി ഒരു പരിധിക്കപ്പുറത്തേക്ക് എടുത്ത് ഉയർത്തപ്പെട്ടിട്ടില്ല. എന്നാൽ യാതൊരു ബാക്കപ്പും ഇല്ലാതെ, യാതൊരു സ്കൂൾ വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത പലരും വലിയ വ്യവസായികളും കോടീശ്വരന്മാരും ആയതിൻ്റെ പിന്നിൽ സെയിൽസ് എന്ന ഡിവൈൻ പ്രൊഫഷൻ, ദൈവികമായ കലയുണ്ട് എന്നത് വളരെ വലിയൊരു സത്യമാണ്. എന്നെ കേൾക്കുന്ന നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, ഇവിടെ ആക്ടിവിറ്റി എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതെങ്ങനെ ചെയ്യണമെന്നുള്ളതടക്കം ഈ പരിമിതമായ സമയത്തിനുള്ളിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. അത് ശ്രദ്ധയോടെ കേൾക്കുമെന്ന് മനസ്സിലാക്കുന്നു. സാധാരണ മീറ്റിങ്ങുകളൊക്കെ നമ്മൾ കുറേ കഥകളൊക്കെ പറഞ്ഞിട്ടാണ് ഇത് പറയാറുള്ളത്. ഓൺലൈൻ മീറ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഒരു 1 അവർ കൂടുതലൊന്നും ഇത് ശ്രദ്ധയോടെ കേൾക്കാൻ കഴിയുന്ന മാനസികാവസ്ഥയിലുള്ളവരല്ല. അതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങളെ രസിപ്പിക്കാൻ ശ്രമിക്കുന്ന തക്കവണ്ണമുള്ള കഥകൾ പറയാൻ ഞാൻ ശ്രമിക്കുന്നില്ല. പകരം അല്പം ബോറിംഗ് ആണെങ്കിലും ഡയറക്റ്റ്ലി നമുക്ക് ആക്ടിവിറ്റിയിലോട്ട് തന്നെ കടക്കാം. എന്തൊക്കെയാണ് ആക്ടിവിറ്റി എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ ആക്ടിവിറ്റി, ഈ ബിസിനസ് നമ്മളെ ഈ കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടറാക്കി അപ്പോയിന്റ് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ സ്വയം നിയമിതനായി കമ്പനിയുടെ വെബ്സൈറ്റിൽ കയറി നമ്മുടെ അപ്ലൈൻ്റെ സഹായത്തോടെ ID രജിസ്റ്റർ ചെയ്തു. ഒരു 10 ഡിജിറ്റ് നമ്പർ നമുക്ക് കിട്ടി. നമ്മളെ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് വിളിക്കും. നമുക്ക് കിട്ടിയ ID നമ്പറിനെ യൂണീക്ക് ID എന്ന് വിളിക്കും. കമ്പനിയിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് ഒരു പക്ഷേ 100-ലേറെ പ്രൊഡക്റ്റുള്ള നമുക്ക് ആവശ്യമുള്ള 10 15 പ്രൊഡക്റ്റുകൾ 15,000-നോ 25,000-നോ 30,000-നോ വാങ്ങിക്കൊണ്ട് നമുക്ക് ബിസിനസ്സിലേക്ക് വരാം. ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസിന്റെ അമേരിക്ക അടക്കമുള്ള വികസിത രാജ്യങ്ങളുടെ മറ്റൊരു പേര് കമ്മ്യൂണിറ്റി കൊമേഴ്സ് എന്നാണ്. കമ്മ്യൂണിറ്റി കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ, ഞാൻ ജസ്റ്റ് ഈ സ്ലൈഡ് ഒന്ന് ഓഫ് ചെയ്യാണ്, കാര്യം ഇത് പറയാൻ. കമ്മ്യൂണിറ്റി കൊമേഴ്സ് എന്ന വാക്കിന്റെ അർത്ഥം നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഇഷ്ടപ്പെടുന്ന, ഉപയോഗിക്കുന്ന, ശീലമാക്കിയ ഒരു തലമുറയെ സൃഷ്ടിക്കുക എന്നാണ്. ഉദാഹരണം, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ചില പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന ആളുകൾ ചിലത് ഇഷ്ടപ്പെടാറുണ്ട്. എളുപ്പത്തിൽ പറഞ്ഞാൽ, ഒരു പ്രത്യേക ബ്രാൻഡിനെ കുറിച്ച് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാലും വലിയ കോമ്പറ്റീഷൻ ഇല്ലാത്ത ബ്രാൻഡ് ആയതുകൊണ്ട് പറയാം. നമ്മുടെയൊക്കെ നാട്ടിൽ പണ്ട് കാലത്ത് ഉജാല എന്നൊരു പ്രോഡക്റ്റ്, പണ്ട് കാലത്തല്ല ഇപ്പോഴേ ഉണ്ട്, പണ്ട് തൊട്ടേ ഉള്ളൊരു പ്രോഡക്റ്റാണ് ഉജാല. അതിനു മുമ്പ് നമ്മൾ അതിനെ വിളിച്ചിരുന്നത് നീലം എന്നാണ് വിളിച്ചിരുന്നത്. കടയിൽ പോയി ഒരു നീലം തരാൻ പറയും. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് റീഗൽ തുള്ളിനീലം, റോബിൻ തുള്ളിനീലം, ഇങ്ങനെ തുള്ളിനീലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ആ സ്ഥാനത്തേക്ക് ജ്യോതി ലാബോറട്ടറീസുകാർ ഉജാലയുമായി കടന്നു വന്നു. അങ്ങനെ ഉജാല വന്നോടുകൂടി ഈ നീലം എന്ന സാധനം പോലും നമ്മൾ മറന്നു. അതിന് പകരം നമ്മൾ ആ ബ്രാൻഡ് നെയിമായ ഉജാല പറയാൻ തുടങ്ങി. അതായത് നീലത്തിന്റെ സ്ഥാനത്തോട്ട് ഉജാല ഉപയോഗിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. നീലം എന്നാൽ മനസ്സിൽ ഉജാല മാത്രം തെളിയുന്ന ഒരു വിഭാഗമായി നമ്മുടെ നാട്ടിലെ വലിയ വിഭാഗം ആളുകളെ മാറ്റിയെടുക്കാൻ ആ കമ്പനിക്ക് പറ്റി, ആ പ്രോഡക്റ്റിന് പറ്റി. നമ്മൾ ഒരിക്കലും ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയി ഇപ്പോൾ പറയാറില്ല എന്ത്, ഒരണുനാശിനി തരൂ എന്ന് പറയാറില്ല. പകരം നമ്മളൊരു ഡെറ്റോൾ എന്നാ പറയുക. ഡെറ്റോളിനെ കൂടാതെ ഇഷ്ടംപോലെ അണുനാശിനികൾ പണ്ട് മാർക്കറ്റിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷെ നമ്മൾ പ്രചാരത്തിൽ ഉപയോഗിക്കുകയും ശീലിക്കുകയും ചെയ്തത് ഡെറ്റോൾ ആണ് എന്നുള്ളതാണ് സത്യം. ഇതേപോലെ എന്തെങ്കിലും ഒരു ഉൽപ്പന്നം മാത്രം ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ഒരു കമ്മ്യൂണിറ്റി വളരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നീലത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഉജാല തെളിയുന്നത് പോലെ, അണുനാശിനിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഡെറ്റോൾ തെളിയുന്നത് പോലെ, പേസ്റ്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ബഹുമാനരായ നിങ്ങൾ വാങ്ങിയിട്ടുള്ള ഹെർബൽ പേസ്റ്റ് മനസ്സിൽ തെളിയുന്ന, ഷാമ്പൂവിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആന്റി ഡാൻഡ്രഫ് ഷാമ്പൂ മനസ്സിൽ തെളിയുന്ന, ഫേസ് ക്രീമിനെ അല്ലെങ്കിൽ ഫെയർനെസ് ക്രീമിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മളുടെ മൾട്ടി ആക്ഷൻ ഫെയർനെസ് ഫോർമുല മനസ്സിൽ തെളിയുന്ന, ഷാമ്പൂവിനെ കുറിച്ച് ആലോചിച്ചാൽ ആന്റി ഡാൻഡ്രഫ് എന്ന് പറയുന്നത് പോലെ, മൈലേജ് സ്റ്റൈൽ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന അയൽക്കാരെയും ബന്ധുക്കളെയും സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ പണി. അല്ലാതെ പലരും പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുള്ളത് പോലെ നിങ്ങൾ ഈ ബിസിനസ് തുടങ്ങണം, കുറേ പേരെ കൊണ്ടുവരണം, കുറേ പേരുടെ പുറകെ പോകണം, ഇങ്ങനെയൊക്കെയാണ് പണ്ട് ആൾക്കാർ പറഞ്ഞിരുന്നത്. അങ്ങനെയൊന്നുമല്ല ഇവിടെ ചെയ്യേണ്ടത്. ഈ കമ്പനി ഉദ്ദേശിക്കുന്നത് വളരെ സിമ്പിളായ ആശയം ഇത്രേ ഉള്ളൂ.
നിങ്ങളുടെ ചുറ്റുപാട് നിങ്ങൾക്കറിയാവുന്ന ആളുകളുടെ എല്ലാം പർച്ചേസ് ഹാബിറ്റ് മാറ്റുക. പർച്ചേസ് ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ബ്രാൻഡ് ചേഞ്ച് ചെയ്യുക. ആ ബ്രാൻഡ് മാറ്റി നമ്മുടെ പ്രൊഡക്റ്റ് ആക്കിയാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടും. എല്ലാ കമ്പനിക്കും ഉള്ള അതേ ഉദ്ദേശം തന്നെ നമുക്കും. ആ രീതിയിലോട്ട് ബ്രാൻഡ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അതിനാണ് ഫസ്റ്റ് പോയിന്റായി റീറ്റെയിലിംഗ് എന്ന വാക്ക് പറയുന്നത്. ഈ ബിസിനസ് തുടങ്ങി എന്നെ ഇപ്പൊ കേൾക്കുന്ന 1000 പേരിൽ 1000 ആൾക്കാരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള ഒറ്റ കാര്യം, നിങ്ങൾ നിങ്ങളുടെ റാങ്ക് ദയവ് ചെയ്ത് ആലോചിച്ചുകൊണ്ടിരിക്കണ്ട. ആ റാങ്കിനേക്കാൾ ഉപരി നിങ്ങളുടെ ചുറ്റുപാടുള്ള 10 വീട്ടിലെ ആൾക്കാർ തേക്കുന്ന പേസ്റ്റ്, ഉപയോഗിക്കുന്ന പേസ്റ്റ് ഹെർബൽ ആണോ എന്ന് ചിന്തിക്കുക. ഷാമ്പൂ നമ്മുടേതാണോ എന്ന് ചിന്തിക്കുക. ഹെയർ ഓയിലും ഫേസ് വാഷും ഫെയർനെസ് ക്രീമും ഇവർക്കൊരു വേദന വന്നാൽ നോ വേദന ജെല്ലിനെ കുറിച്ചാണോ ഇവർ ചിന്തിക്കുക. അവരെ അങ്ങനെ ചിന്തിപ്പിക്കാൻ അവരുടെ അയൽവാസിയായ നിങ്ങളാകുന്ന ഡിസ്ട്രിബ്യൂട്ടർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു വിജയിച്ച ഡിസ്ട്രിബ്യൂട്ടറാണ്. ഇല്ല എങ്കിൽ നിങ്ങൾ ഇനിയും മെച്ചപ്പെടേണ്ടിയിരിക്കുന്നു. ഹലോ, പറയേണ്ട ഡയലോഗ് അടക്കം ഇപ്പൊ പറയാം. ഒറ്റ ഡയലോഗ് പറഞ്ഞാൽ മതി എല്ലാവരോടും. ഏത് പ്രൊഡക്റ്റ് റീറ്റെയിൽ ചെയ്യാനും ഞാൻ ഇവിടെ പറയുന്ന ഒറ്റ ഡയലോഗ് പറയണം. ഓക്കെ ആണോ? ഇങ്ങനെ കാണിച്ചാൽ ഡയലോഗ് പറയാം. യെസ്, ചിലരൊക്കെ ഇങ്ങനെ 2 കൈ കാണിച്ചു. പറയൂ സാർ, പറയൂ. അപ്പോ ആ ഡയലോഗ് ഇങ്ങനെയാണ്. എല്ലാവരോടും ഒറ്റ കാര്യം പറഞ്ഞാൽ മതി. ഇപ്പം എൻ്റെ പേര് അനീഷ് എന്നാണ്. എൻ്റെ സുഹൃത്ത്, എൻ്റെ അയൽവാസിയായ അജിത്ത് ഉണ്ടെന്ന് വെക്കുക. അജിത്ത് വന്നിട്ട്, അല്ലെങ്കിൽ ഞാൻ വന്ന് അജിത്തിനോട് പറയാണ്, അജിത്തെ, അപ്പം ഞങ്ങൾ തൊട്ടടുത്ത വീടാണ്, അല്ലെ ഒരേ വാർഡാണ്. ഞാൻ പറയാണ്, അജിത്തെ, ഇത് എൻ്റെ കമ്പനി, ഞങ്ങൾ ഒരു ബിസിനസ് തുടങ്ങി അറിയാലോ, എൻ്റെ കമ്പനി വിൽക്കുന്ന ഒരു പേസ്റ്റാണിത്. ഈ മാസത്തേക്ക് അജിത്ത് ഈ പേസ്റ്റ് ഒന്ന് വാങ്ങിക്കുക. ഇഷ്ടമാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ അടുത്ത മാസം വാങ്ങിയാൽ മതി. കഴിഞ്ഞു, പേസ്റ്റിന്റെ കച്ചവടമായി. ഇനി ഇതേ അജിത്തിനോട് നിങ്ങൾക്ക് ഒരു ആന്റി ഡാൻഡ്രഫ് ഷാമ്പു വിൽക്കണമെങ്കിലും ഇതേ ഡയലോഗ് പറയണം. അജിത്തെ, ഇത് എൻ്റെ കമ്പനി വിൽക്കുന്ന ഒരു ഷാമ്പു ആണ്. ഇഷ്ടപ്പെട്ടാൽ അടുത്ത മാസം വാങ്ങിയാൽ മതി. തൽക്കാലം ഈ മാസത്തേക്കൊന്ന് വാങ്ങും. ഇതേ ഡയലോഗിൽ ആ പ്രൊഡക്റ്റ് മാറ്റി ഫേസ് വാഷ്, ഫെയർനെസ് ക്രീം, നോവേദന ജെല്ല്, കവച് പ്രാശ, 95 എന്ത് വേണേ ആക്കാം. ഇത് കേൾക്കുമ്പം ആ കസ്റ്റമർക്ക് ഉണ്ടാവുന്ന മൈൻഡ് സെറ്റ് മനസ്സിലാക്കുന്നവനെയാണ് യഥാർത്ഥ കച്ചവടക്കാരൻ എന്ന് പറയുന്നത്. കേൾക്കുന്നവന്റെ മനസ്സ് ഇത്രേ ഉള്ളൂ, അനീഷ് അടുത്ത മാസവും ഈ പേസ്റ്റ് കൊണ്ട് വരത്തില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടാൽ വാങ്ങിച്ചാൽ മതിയല്ലോ. ഇഷ്ടപ്പെട്ട പിന്നെ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഞാൻ കടന്ന് വാങ്ങിക്കുന്നതല്ലേ. അടുത്ത മാസം അനീഷ് ഈ ഷാമ്പു എൻ്റെ തല അടിച്ചേൽപ്പിക്കില്ല. അടുത്ത മാസം കവചപ്രാശമായിട്ട് അനീഷ് വരില്ല. സിമ്പിൾ. നിങ്ങൾക്കും കേൾക്കുന്നവർക്കും വിൽക്കുന്നവർക്കും വാങ്ങുന്നവർക്കും ഒരുപോലെ മനസമാധാനം തരുന്നൊരു ചിന്ത. ഒരു മാസത്തേക്ക് ജസ്റ്റ് ഒന്ന് വാങ്ങി ഉപയോഗിക്കുക. ഇത് പറയാനുള്ള നമ്മുടെ ചങ്കൂറ്റത്തിന്റെ പേരാണ് മൈലേജ് സ്റ്റൈൽ പ്രൊഡക്റ്റിന്റെ പുറത്തുള്ള നമ്മുടെ കോൺഫിഡൻസ്. ഇത് പറയാൻ എന്നെ പ്രേരിപ്പിച്ച എന്താ പറയണ്ട കോൺഫിഡൻസിന്റെ പേരാണ് മൈലേജ് സ്റ്റൈൽ. എനിക്കറിയാം ഒരു പ്രൊഡക്റ്റിന്റെ ഏറ്റവും വലിയ ഗുണം എന്നത് അതിന്റെ മാർക്കറ്റബിലിറ്റിയാണ്. മാർക്കറ്റബിലിറ്റി എന്ന വാക്കിന്റെ ശരിയായ അർത്ഥം സ്വയം വിറ്റുപോകാനുള്ള സ്വഭാവം എന്നാണ്. ഹെർബലിന്റെ പേസ്റ്റ് ഒരാൾ ഉപയോഗിച്ച് അയാൾക്ക് അടുത്ത മാസം വാങ്ങാൻ തോന്നുന്നത് കൊടുത്ത ആളുടെ ഗുണം കൊണ്ട് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് പ്രോഡക്റ്റിന്റെ ഗുണം കൊണ്ടാണ് വീണ്ടും വാങ്ങിക്കുന്നത്. ലിവ് അഗെയിൻ എന്ന ഒരു സാധാരണ ഓപ്പൺ മാർക്കറ്റിൽ പോയ പല മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് വാങ്ങിക്കുന്ന ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾക്കും എന്താ പറയുക കലരോഗ സംബന്ധിയായ ചെറിയ സിംറ്റങ്ങൾക്കും ആൾക്കാർ വാങ്ങി ഉപയോഗിക്കുന്ന പല പ്രൊഡക്റ്റുകളും, ഞാൻ പേരൊന്നും പറയുന്നില്ല, പല പ്രൊഡക്റ്റുകൾക്കും പകരം ലിവ് അഗെയിൻ ലിക്വിഡ് അല്ലെങ്കിൽ ലിവ് അഗെയിൻ ക്യാപ്സ്യൂൾ എന്ന പ്രൊഡക്റ്റ് ഒരു മാസം നീ ഉപയോഗിക്കുക, നിനക്ക് എന്തെങ്കിലുമൊക്കെ നെഞ്ചരിച്ചിലിനോ പ്രശ്നങ്ങൾക്കോ ഒരു റിസൾട്ട് വന്ന് നീ വീണ്ടും വാങ്ങിയാൽ മതി. അല്ലേ വേണ്ട. ഈ ഒരു ഒറ്റ ഡയലോഗ് പറഞ്ഞ് ഈ പ്രൊഡക്റ്റുകൾ ഒരു 25,000 രൂപയുടെ പ്രൊഡക്റ്റ് വേണമെങ്കിലും ഒരു വ്യക്തിക്ക് സുഖമായി അയാളുടെ ഏറ്റവും അടുത്ത 5-10 വീട്ടുകാർക്കോ, ഏറ്റവും അടുത്ത 5-6 അയൽക്കാർക്കോ, ഏറ്റവും അടുത്ത 5-6 സുഹൃത്തുക്കൾക്കോ, ഏറ്റവും അടുത്ത കുറച്ച് ബന്ധുക്കൾക്കോ കൊടുക്കാം. ഒരു 15 മുതൽ 25-30 കസ്റ്റമേഴ്സിനെ വരെ ഒരൊറ്റ ആഴ്ച കൊണ്ട് ഉണ്ടാക്കാൻ ഞാൻ ഈ പറഞ്ഞ ഒറ്റ ഡയലോഗ് മതി. ആളുടെ പേര് മാറ്റിക്കോണം. ഇപ്പം സുധാകരന്റെ വീട്ടിൽ ചെന്നിട്ട് പ്രഭാകര എന്ന് പറയരുത്. കാര്യം സുധാകരൻ അടുത്ത വീട്ടിലായിരിക്കും. ആളുടെ പേരും പ്രൊഡക്റ്റിന്റെ പേരും മാറ്റിക്കോണം. ബാക്കി ഡയലോഗ് എല്ലാം സെയിം. റീറ്റെയിലിംഗ് പഠിച്ചു എന്ന് വിചാരിക്കുന്നു. റീറ്റെയിലിംഗ് ഇനി തുടർച്ചയായി ചെയ്യുക. റീറ്റെയിൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നം പലർക്കും ദുരഭിമാനം ഉണ്ടാവാറുണ്ട്. ഞാൻ ഈ പേസ്റ്റ് കൊണ്ട് കൊടുത്താൽ അവരെന്ത് വിചാരിക്കും എന്നൊക്കെ ആൾക്കാർക്ക് തോന്നും. അങ്ങനെയൊന്നും വിചാരിക്കരുത്. കാര്യം നമ്മൾ ഈ പ്രൊഡക്റ്റിന്റെ ഒരു ബ്രാൻഡ് അംബാസഡറാണ്. ഒരു കസ്റ്റമർ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ നിൽക്കുന്ന ആളാണ്. അവിടെ മാനാഭിമാനങ്ങളെ കുറിച്ച് അനാവശ്യമായി ചിന്തിച്ച് ദുരഭിമാനപ്പെടേണ്ട ഒരു കാര്യമില്ല. പകരം ഈ പ്രൊഡക്റ്റിന്റെ വലിയ ആഗോളതലത്തിൽ ഈ പ്രൊഡക്റ്റിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുത്തുന്നതിന് മുന്നോടിയായി ഒരു ടെസ്റ്റ് അടിക്കുന്നതാണെന്ന് ഇത് കൊടുക്കുന്ന ആൾക്കറിയത്തില്ലെങ്കിലും നമുക്കറിയാമെന്നുള്ള സത്യം നമ്മളെ നയിക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ നടക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് വരെ ഇൻവോൾവ് ആയിട്ടുള്ള ബിസിനസ്സാണ് ഡയറക്ട് സെല്ലിംഗ്. യൂട്യൂബിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം.
ഡൊണാൾഡ് ട്രംപ് അടക്കം ട്രംപ് നെറ്റ്വർക്ക് എന്ന ഡയറക്ട് സെല്ലിംഗ് കമ്പനിയുമായി ബന്ധപ്പെട്ടിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, അത്രയും വലിയ വ്യവസായത്തിലേക്ക് നിങ്ങളുടെ ഏറ്റവും അടുത്ത അയൽക്കാരനെ, ബന്ധുവിനെ കൊണ്ടുവരാൻ വേണ്ട ആദ്യത്തെ ഒരു പ്രോഡക്റ്റാണ് നിങ്ങൾ കൊടുക്കുന്നതെന്നുള്ള ബോധം, ആത്മാഭിമാനത്തോടെ വേണം നിങ്ങളത് വിൽക്കാൻ. സെയിൽസ് എന്നത് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറയാം. സെയിൽസ് എന്നത് ഞാൻ വിൽക്കുന്ന ഉൽപ്പന്നത്തെ കുറിച്ച് ശ്രദ്ധിച്ച് കേൾക്കണേ. ഹലോ, ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ? ഉണ്ട്, ഓക്കെ. സെയിൽസ് എന്നത് ഞാൻ വിൽക്കുന്ന ഉൽപ്പന്നത്തെ കുറിച്ച് എനിക്കുള്ള അറിവിന്റെയും വിശ്വാസത്തിന്റെയും ആവേശത്തിന്റെയും കൈമാറ്റത്തെയാണ് സെയിൽസ് എന്ന് പറയുന്നത്. വേറെ ഒന്നുമല്ല സെയിൽസ്. എനിക്ക് ആവേശം കൊള്ളാൻ പറ്റാത്ത, എനിക്ക് ആത്മാഭിമാനം കൊള്ളാൻ പറ്റാത്ത, എനിക്ക് അറിവില്ലാത്ത, എനിക്ക് ഫലം കിട്ടാത്ത ഒരു പ്രൊഡക്റ്റ് എനിക്ക് എൻ്റെ ഒരു ബന്ധുവിനോ സുഹൃത്തിനോ നെഞ്ചറപ്പോടെ വിൽക്കാൻ പറ്റില്ല. മറിച്ച് എനിക്ക് റിസൾട്ടുള്ള, എനിക്ക് ആവേശമുള്ള, എനിക്ക് ആത്മവിശ്വാസമുള്ള, എൻ്റെ കുടുംബത്തിന് എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു പ്രൊഡക്റ്റിനെ എനിക്ക് എന്താ പറയണ്ടേ, വലിയ ശങ്കൂറ്റത്തോടെ, വലിയ ധൈര്യത്തോടെ, വലിയ വിശ്വാസത്തോടെ വിൽക്കാൻ കഴിയും. അങ്ങനെ വിറ്റുകൊണ്ടാണ് ഞാൻ ആദ്യ എക്സ്പീരിയൻസിൽ കാണിച്ചതുപോലെ 10,000 കോടിയോളം ടേൺ ഓവറൊക്കെ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ എൻ്റെ ടീമിൽ ഉണ്ടാവാനുള്ള പ്രധാന കാരണം ഞാൻ ആദ്യം ഉപയോഗിച്ച ഉൽപ്പന്നങ്ങളെ കുറിച്ച് എനിക്കുണ്ടായ വിശ്വാസം, കളങ്കമില്ലാത്ത 100% കോൺഫിഡൻസോടുകൂടി ഞാൻ ഷെയർ ചെയ്തോണ്ടാ. അപ്പൊ ആ രീതിയിൽ എന്നെ കേൾക്കുന്ന നിങ്ങളും, റാങ്കിന്റെ തടസ്സങ്ങളും, പലരുടെയും വിശ്വാസം രീതിയൊക്കെ വളരെ എന്താണ്, തെറ്റാണെന്ന് പറയുന്നില്ല, പക്ഷെ പലരുടെയും രീതി വളരെ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്നതാണെന്ന് പറയേണ്ടി വരും. കാരണം ചെറിയ ചെറിയ റാങ്കുകളിലേക്ക് കയറുമ്പോൾ, TC, ATC, DTC പോലുള്ള കമ്പനി റാങ്കുകളിലോട്ട് കയറുമ്പോൾ പലരും ഈ റീറ്റെയിലിംഗ് ഒക്കെ അവസാനിപ്പിക്കും. ഇവരുടെ വിചാരം ടീം അതിനെ അവർ വിറ്റോളൂ എന്നാ. അങ്ങനല്ല. നമ്മുടെ തൊട്ടടുത്ത്, എന്നോട് ആർക്കും ദേഷ്യം തോന്നരുത്, നിങ്ങളുടെ ചുറ്റുപാടുമുള്ള 10 വീടെടുത്താൽ അവിടെ ഒരു 7 വീട്ടിലെങ്കിലും നമ്മുടെ പേസ്റ്റും ഷാമ്പൂ ഒന്നും ഉപയോഗിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം, എൻ്റെ കാര്യം ഞാൻ പറയാം, അനീഷ് എന്ന മൈലേജ് സ്റ്റൈലിലെ ഡിസ്ട്രിബ്യൂട്ടർ ഒരു പരാജയമാണെന്നാണ്. എൻ്റെ ചുറ്റുപാടുമുള്ള 10-ൽ ഒരു 60-70% വീട്ടിലെങ്കിലും എൻ്റെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാത്തവരായ ആൾക്കാരുണ്ടെങ്കിൽ അത് എൻ്റെ പരാജയമാണ് എന്ന് സ്വയം വിമർശന ബുദ്ധിയ പരിശോധിക്കുകയും അത് വിലയിരുത്തുകയും അത് തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തകനായി ഞാൻ മാറുമ്പോഴാണ് ഈ ബിസിനസ്സിലെ എൻ്റെ വിജയത്തിൻ്റെ ആദ്യ കണങ്ങൾ എനിക്ക് സ്പർശിക്കാൻ പറ്റുക. അപ്പൊ ആദ്യ കണങ്ങളിലേക്ക് നമുക്കൊരു യാത്ര തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഒന്ന് അഭിമാനത്തോടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഹലോ, അഭിമാനത്തോടെ നിങ്ങളുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നവരായി മാറ്റണം. അവിടെ ദുരഭിമാനത്തിന് ഒരു പ്രാധാന്യമില്ല. ഈ ബിസിനസിന്റെ പാട്ടല്ലെങ്കിലും ഞാൻ പറയുന്നു, പലപ്പോഴും ഇന്ന് നമുക്ക് പല ആൾക്കാർക്കും ഒരു ഉൽപ്പന്നം കൊടുത്ത് പണം വാങ്ങിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവാം. ജീവിതത്തിൽ നിന്ന് പലരുടെ അവസ്ഥ, കയ്യിൽ കൊടുക്കാൻ ഒരു ഉൽപ്പന്നം പോലും ഇല്ലാതെ മറ്റുള്ളവരോട് കടം വാങ്ങിക്കേണ്ട സാഹചര്യത്തിലാണ് വലിയ ശതമാനം ആൾക്കാർ. ഇന്ന് ഈ ഉൽപ്പന്നം കൊടുക്കാൻ കാണിക്കുന്ന മടി നാളെ ഒരു കടക്കാരനിലേക്ക് നമ്മളെ നയിക്കും എന്നുള്ളൊരു ഭയം എല്ലാവർക്കും വേണമെന്നും പറയുന്നില്ല. ആ സാഹചര്യമുള്ള എന്നെ കേൾക്കുന്ന ആരൊക്കെയാണോ ഉള്ളത് അവരെങ്കിലും മനസ്സിലാക്കണം. മനുഷ്യൻ പ്രവർത്തിക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ വലിയ സ്വപ്നങ്ങൾ വേണം, അല്ലെങ്കിൽ ജീവിതത്തിൽ തോറ്റുപോകുന്നുള്ള ഭയം വേണം. എന്നെ നയിച്ചത് വലിയ ഭയം ഉണ്ടായിരുന്നു, ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഞാനപ്പം മലയാളികളാണ് ഈ മീറ്റിംഗ് കൂടുതലുള്ളതെന്നുള്ളത് പറയാം. പണ്ട് പഴയ സിനിമ നടി കൽപ്പന പ്രാർത്ഥിക്കുന്നൊരു ഒരു തമാശയ്ക്ക് പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ നീ പാവത്തങ്ങൾക്ക് ഇത്രയും സ്വപ്നങ്ങൾ തരല്ലേ, പാവത്തങ്ങൾക്ക് ഇത്രയും സൗന്ദര്യം തരല്ലേ എന്ന് പ്രാർത്ഥിക്കും. കൽപ്പന ഒരു സിനിമയെ പ്രാർത്ഥിക്കും, ദൈവമേ നീ പാവത്തങ്ങൾക്ക് ഇത്രയും സൗന്ദര്യം തരല്ലേ എന്ന്. ഞാൻ അതുപോലെ തുടക്കത്തിൽ പ്രാർത്ഥിച്ചു, ദൈവമേ നീ ഗതികെട്ടവനായ പാവപ്പെട്ടവനായ എനിക്ക് നീ ഇത്രയും വലിയ സ്വപ്നങ്ങൾ തരല്ലേ എന്ന് പ്രാർത്ഥിച്ചു. കാര്യം എൻ്റെ സ്വപ്നങ്ങൾ എൻ്റെ കയ്യിലുള്ള പൈസയുമായിട്ട് ഒരിക്കലും മാച്ചായില്ല. അങ്ങനെ ഇരുന്ന് ഞാൻ ഇങ്ങനെ വലഞ്ഞിരിക്കുമ്പോഴാണ് എൻ്റെ കയ്യിൽ മൈലേജ് സ്റ്റൈൽ കിട്ടുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ വലഞ്ഞിരിക്കുകയാണോ അതോ നിറഞ്ഞിരിക്കുകയാണോ എന്ന് എനിക്കറിയില്ല എന്നെ കേൾക്കുന്നവർ. പക്ഷേ നിങ്ങളുടെ കയ്യിൽ കിട്ടിയ ബിസിനസ് വേറെ ലെവലാണ് എന്ന് എന്നെ കേൾക്കുന്ന ആൾക്കാർ മനസ്സിലാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു, ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ റീറ്റെയിലിംഗ് ആണ് നമ്മുടെ രക്തവും നമ്മുടെ ശ്വാസവും. അത് നടക്കണം. ഡയറക്റ്റ് സെല്ലിംഗ് എവിടെയാ പൂർത്തിയാക്കുന്നത് എന്ന് ചോദിച്ചാൽ, ലീഡേഴ്സിനടക്കം അറിയാത്ത അല്ലെ ശ്രദ്ധിക്കാത്ത, അവർ തെറ്റായി പഠിച്ചു വെച്ചിട്ടുള്ള ഒരു കാര്യം ഇങ്ങനെയാണ്. ഡയറക്റ്റ് സെല്ലിംഗ് നടക്കുന്നത്, ഞാൻ ഒരാൾക്ക് 20,000 രൂപയുടെ പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ ബില്ലടിച്ച് അയാളുടെ വീട്ടിൽ കൊണ്ട് കൊടുത്താൽ ഡയറക്റ്റ് സെല്ലിംഗ് പൂർത്തിയായി എന്ന്. സാർ, ഡയറക്റ്റ് സെല്ലിംഗ് പൂർത്തിയാകുന്നത് അപ്പോഴല്ല. ഡയറക്റ്റ് സെല്ലിംഗ് പൂർത്തിയാകുന്നത് അയാളുടെ കയ്യിലിരിക്കുന്ന പ്രോഡക്റ്റുകൾ എൻഡ് കസ്റ്റമറിലേക്ക് എത്തി അവർ യൂസ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് ഡയറക്റ്റ് സെല്ലിംഗ് പ്രോസസ് കംപ്ലീറ്റ് ആവുന്നത്. ഹലോ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു TV മാനുഫാക്ചറുടെ കയ്യിൽ നിന്ന് 20 ഡിസ്ട്രിബ്യൂട്ടർമാർ കേരളത്തിലുണ്ടെങ്കിൽ ആ 20 ഡിസ്ട്രിബ്യൂട്ടർമാരുടെയും ഗോഡൌണിലേക്ക് TVകൾ ചെന്നിരുന്നാൽ സെയിൽസ് പൂർത്തിയാവത്തില്ല.
ഫാക്ടറിയിൽ നിന്ന് പുറത്തോട്ട് പ്രൊഡക്റ്റ് പോത്തേ ഉള്ളൂ. പ്രൊഡക്റ്റ് ഇരിക്കുന്നത് ഗോഡൌണിലാണ്. ഗോഡൌണിൽ നിന്ന് എൻഡ് യൂസറിലേക്ക് പ്രൊഡക്റ്റ് എത്തി അവനത് ഘടിപ്പിച്ച് അവനത് കണ്ടു തുടങ്ങുമ്പോഴാണ് സെയിൽസ് കംപ്ലീറ്റ് ആവുന്നത്. ഡയറക്ട് സെല്ലിംഗ് കംപ്ലീറ്റ് ആവുന്നത് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉൽപ്പന്നം വാങ്ങി കട്ടിലടി കയറ്റി വെക്കുമ്പോഴല്ല, എൻഡ് കസ്റ്റമറുടെ വീട്ടിൽ പേസ്റ്റ് തുറന്ന് ബ്രഷിലേക്ക് അവർ തേക്കുമ്പോഴാണ് ഡയറക്ട് സെല്ലിംഗ് പൂർത്തിയാക്കുന്നത്. അഭിപ്രായ വ്യത്യാസമുള്ളവർ നന്നായി പഠിക്കണം. ഈ ബിസിനസ്സിൽ എൻഡ് കസ്റ്റമറിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തിക്കാനുള്ള മടിയില്ലായ്മയാണ് ഒരാളുടെ ജീവിത വിജയത്തിനുള്ള ഏറ്റവും വലിയ ഫൗണ്ടേഷൻ. അപ്പം റീറ്റെയിലിനെ കുറിച്ച് ഇനി ഞാൻ കഥ പറയുന്നില്ല. ബാക്കി നിങ്ങൾ ഫീൽഡിൽ തന്നെ പോയി ചെയ്യണം. ഫീൽഡിൽ പോയി ചെയ്യുമ്പോൾ ബാക്കി അങ്ങ് അതിൻ്റെ ഒരു ഫ്ലോ നമുക്ക് കിട്ടും. ഇനി അടുത്ത സ്ലൈഡ് ഞാനൊന്ന് ഷെയർ ചെയ്യാം. ഇതിൽ 2 ഇൻകമാണ് പ്രധാനമുള്ളത്. ഒന്ന്, 30% ആവറേജ് നമുക്ക് വില കുറച്ച് കിട്ടുന്ന DP പ്രൈസിന് കിട്ടുന്ന പ്രോഡക്റ്റുകൾ ഞാൻ ഈ പറഞ്ഞ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അയൽക്കാർ, ബന്ധുക്കൾ, സുഹൃത്തുക്കളായിട്ടുള്ളവർക്ക് MRPക്ക് വിൽക്കുക വഴി ഇടയ്ക്ക് കിട്ടുന്ന ഗ്യാപ്പ് ഇൻകമായ റീറ്റെയിൽ പ്രോഫിറ്റ്. അങ്ങനെ നിങ്ങൾ റീറ്റെയിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ഡയറിയും പേനയും മസ്റ്റായിട്ട് വേണം. കൊടുക്കുന്ന ഡേറ്റ് 1-ാം തീയതി നിങ്ങൾ 10 പേർക്ക് പ്രൊഡക്റ്റ് കൊടുത്തെങ്കിൽ ഡേറ്റ് 1, 10 പേർക്ക് കൊടുത്ത പ്രൊഡക്റ്റിന്റെ പേര്, കൊടുത്ത ആൾക്കാരുടെ പേര്, ഫോൺ നമ്പർ. 2-ാം തീയതി 3 പേർക്ക് കൊടുത്താൽ കൊടുത്ത ആളുടെ പേര്, ഡേറ്റ്, കൊടുത്ത പ്രൊഡക്റ്റ്. ഇങ്ങനെ 30 മാസം കൊണ്ട് നിങ്ങൾക്ക് 50 കസ്റ്റമർ ഉണ്ടായാൽ നിങ്ങൾ ഓർക്കണം, അടുത്ത മാസം 1-ാം തീയതി ആയപ്പോൾ നിങ്ങൾ ആദ്യം 10 പേർക്ക് കൊടുത്ത പേസ്റ്റ് ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ടാവും. നിങ്ങളുടെ മാർക്കറ്റ് വീണ്ടും ഓപ്പൺ ആകുകയാണ് അടുത്ത മാസം. അടുത്ത മാസം 2-ാം തീയതി നിങ്ങൾ കൊടുത്ത ഷാമ്പൂവിന്റെ 5 പേരുടെ മാർക്കറ്റ് ഓപ്പൺ ആകുകയാണ്. മീൻസ് അത് തീരാറായിട്ടുണ്ട്, അവിടെ റിക്വയർമെന്റ് വരുന്നുണ്ട്. അപ്പൊ ഇത് കറക്റ്റായി ഡയറി വെച്ച് സമയം മെനക്കെട്ട് രാത്രി കിടക്കുന്നതിന് മുമ്പ് 1, 2, 3 വേണ്ടി വന്ന അരമണിക്കൂറോ 1 മണിക്കൂറോ ഇരുന്ന് ഇത് പരിശോധിച്ച് പ്രൊഡക്റ്റ് തീരാത്തവർക്ക് ചെറിയൊരു വാട്സപ്പ് മെസ്സേജ് കൊടുത്ത്, ഒരു വോയിസ് മെസ്സേജ് കൊടുത്ത്, തീരാറായോ, അടുത്തത് തരാറായോ, എന്നത്തേക്കാ വേണ്ട എന്ന് ചോദിച്ച് അത് ആ ഡയറി നോട്ട് ചെയ്ത് വെച്ച് അച്ചടക്കമുള്ള, ഉത്തരവാദിത്വമുള്ള ഒരു നല്ല ഡിസ്ട്രിബ്യൂട്ടറായി മാറുമ്പോൾ ഇന്നത്തെ സാറ്റിസ്ഫൈഡ് ആയ കസ്റ്റമർ നാളത്തെ ഡിസ്ട്രിബ്യൂട്ടർ, നാളത്തെ സാറ്റിസ്ഫൈഡ് ആയ ഡിസ്ട്രിബ്യൂട്ടർ മറ്റന്നാളത്തെ ലീഡർ, മറ്റന്നാളത്തെ സാറ്റിസ്ഫൈഡ് ആയ ലീഡർ ഈ കമ്പനിയിൽ ITC, അത് കഴിഞ്ഞ് അടുത്ത ഡയമണ്ട്, ഇങ്ങനെ കയറിപ്പോണേ. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ സാറ്റിസ്ഫൈഡ് ആയ കസ്റ്റമർ നിങ്ങളുടെ ഡയമണ്ട് ആണ് അല്ലെ ITC ആണ് എന്ന് കാണാനുള്ള വിശാല വിദൂര മാനസിക അവസ്ഥയിലേക്ക് എന്നെ കേൾക്കുന്ന എല്ലാ പുതിയ ആൾക്കാരും എത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. റീറ്റെയിലിങ് ഏതാണ്ട് പറഞ്ഞ് നിർത്തി. അപ്പോൾ റീറ്റെയിലിങ്ങിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, 1, സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. 2, നമ്മളുടെ കസ്റ്റമേഴ്സിനെ കണ്ടെത്തണം. പരിചയമില്ലാത്തടത്ത് പ്രൊഡക്റ്റ് ഓടിക്കൊണ്ട് കിടന്ന് നിൽക്കേണ്ട ഒരു കാര്യമില്ല. നമ്മളുടെ ചുറ്റുപാടുമുള്ള ഞാൻ ഈ പറഞ്ഞ ആൾക്കാരിലേക്ക് പോയാൽ മതി. 3, അതിലൊരു 70% ആൾക്കാരെങ്കിലും നമ്മുടെ കസ്റ്റമേഴ്സ് ആക്കണം. 4, ഇതിന്റെ രേഖ കൃത്യമായി സൂക്ഷിച്ചു വെക്കണം, ആർക്കൊക്കെ ഏത് ഡേറ്റ് എന്തൊക്കെ കൊടുത്തു എന്നുള്ളത്. 5, ഡെയിലി രാത്രി ഇരുന്ന് പിറ്റേ ദിവസം ആർക്കൊക്കെ കൊടുക്കാൻ പറ്റുമെന്ന് നോക്കണം. അനാവശ്യമായ സോഷ്യൽ മീഡിയ ഉപയോഗങ്ങളൊക്കെ കുറച്ചിട്ട് ആ സമയവും കൂടെ ഈ ഡയറിയിലേക്കും ഈ കസ്റ്റമേഴ്സിന്റെ നീഡിലേക്കും ശ്രദ്ധ എത്തിക്കാൻ ശ്രമിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ടത്. എന്നിട്ട് എല്ലാ മാസവും ലക്ഷങ്ങളും കോടികളും ഒന്നും സ്റ്റോക്ക് എടുക്കേണ്ട ആവശ്യം നമുക്കില്ല. 30,000 രൂപയുടെ സ്റ്റോക്കേ നിങ്ങൾക്കുള്ളെങ്കിൽ ആ 30,000 മൂലധനം ഒരിക്കലും വക മാറ്റി ചെലവാക്കാൻ പാടില്ല. ഞങ്ങൾ പറയും ഡയറക്ട് സെല്ലിങ്ങിൽ ജാമ്യം കിട്ടാത്ത തെറ്റാന്ന് പറയും. എന്ത്? മൂലധനം വക മാറ്റി ചെലവാക്കുക. 30,000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിയ ആള് ആർക്കൊക്കെയോ ഈ പ്രൊഡക്റ്റ് കൊടുത്ത് തീർത്തു. അടുത്ത മാസം അവർ വീണ്ടും രണ്ടാമത് പർച്ചേസിന് വരുമ്പം നിങ്ങളുടെ കയ്യിൽ സ്റ്റോക്കില്ല, സ്റ്റോക്ക് എടുക്കാനുള്ള കാശില്ല, വിറ്റ് കിട്ടിയ കാശ് വക മാറ്റി ചെലവാക്കി. അപ്പം ഒരു ബിസിനസിന്റെ ഏറ്റവും അടിസ്ഥാന നിയമം തെറ്റിച്ചു. ഹലോ, നമ്മുടെ നാട്ടിൽ 25,000 രൂപയുടെ പച്ചക്കറി സ്റ്റോക്കുള്ള ഒരു ചെറിയ കടക്കാരൻ്റെ അടുത്ത് നിങ്ങൾ നാളെ ചെന്ന് നോക്കുമ്പം പച്ചക്കറി അവിടെ ഇല്ല എങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ അടുത്ത കടയിൽ പോകുന്ന പോലെ നമ്മുടെ ഇന്ന് പേസ്റ്റ് വാങ്ങിച്ചവരും ഷാമ്പു വാങ്ങിച്ചവരും ഒക്കെ ഇട്ടിട്ട് പോകും. അപ്പം ഒരു ഇരുമ്പിനെ നശിപ്പിക്കുന്നത് അതിൻ്റെ തുരുമ്പാണ് എന്ന് പറയുന്നത് പോലെ ഉൽപ്പന്നങ്ങൾ റീറ്റെയിൽ ചെയ്യുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടറെ നശിപ്പിക്കുന്നത് മറ്റാരുമല്ല, അവൻ്റെ ഉദാസീനത, മടി, റെസ്പോൺസിബിലിറ്റി കുറവ്, സാമ്പത്തിക അച്ചടക്കം ഇല്ലായ്മ, കണക്കുകൾ സൂക്ഷിക്കാനുള്ള കഴിവില്ലായ്മ, ശ്രദ്ധക്കുറവ് ഒക്കെയാണ് സംഭവിക്കുന്നത്. അപ്പം ചെറിയ കണക്കും സീരിയസ് ആയി എഴുതി കൂട്ടാനുള്ള കയ്യൊതുക്കം, സാമ്പത്തിക അച്ചടക്കം ഒക്കെ ഉള്ള ആളുകളായി നമ്മൾ മാറണം. അപ്പം ഈ ബിസിനസിന്റെ 1-ാം ഘട്ടം കഴിഞ്ഞു. 2-ാം ഘട്ടത്തിലോട്ട് ഞാൻ കടക്കുകയാണ്. 2-ാം ഘട്ടത്തിന്റെ പേര് വലിയ ഇൻകത്തിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ എന്തു വേണം? ഒരു വലിയ ടീമിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഹൗ ടു സെറ്റപ്പ് എ ഗുഡ് ടീം. നമുക്ക് 2 ഇൻകം എന്ന് പറഞ്ഞു. ഒന്ന്, നമ്മൾ നേരിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങി വിൽക്കുക വഴി ഉണ്ടാകുന്ന റീറ്റെയിൽ ഇൻകം.
ഒരുപക്ഷെ നമുക്ക് എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ വന്നാൽ റീറ്റെയിൽ ഇൻകത്തെ അത് ബാധിച്ചേക്കാം. കാര്യം നമ്മൾ നേരിട്ട് ചെയ്യാണ് ഒരു ജോലി ചെയ്യുന്ന പോലെ. എന്നാൽ ഒരു വലിയ ടീമിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ നാളെ നമ്മൾ ഇല്ലാണ്ട് പോയാലും നമ്മളുടെ വീട്ടിലേക്ക് വരുമാനം ഉണ്ടാക്കി തരാൻ പറ്റുന്ന അപാരമായ, എന്താ പറയണ്ടേ, പവർഫുൾ ആയ ഒരു കോമ്പൻസേഷൻ പ്ലാൻ, ഒരു ഇൻകം പ്ലാൻ ഈ കമ്പനിക്കുണ്ട്. സത്യത്തിൽ എന്നെ കേൾക്കുന്ന 1000 പേരോട് എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ ഒരാഴ്ചയോ ഒരു മാസമോ 6 മാസമോ ഒക്കെ ആയിട്ട് വന്നിട്ടും ഈ കോമ്പൻസേഷൻ പ്ലാൻ മനസ്സിലാക്കാത്ത ഒരാളെ സംബന്ധിച്ച്, ഈ കമ്പനിയുടെ ഇൻകം പ്ലാൻ മനസ്സിലാക്കാത്ത ഒരാളെ സംബന്ധിച്ച് ഈ ബിസിനസ് നിങ്ങൾ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല എന്ന ദുഃഖ സത്യം വളരെ വിനയത്തോടെ നിങ്ങളോട് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇതിൻ്റെ പ്ലാൻ നിങ്ങൾ നിങ്ങളുടെ അപ്ലയൻസിനോട് ചോദിച്ച് മനസ്സിലാക്കണം. എങ്ങനെയാണ് ആഴ്ചയിൽ ഈ കമ്പനിയിലൂടെ വരുമാനം വരുന്നത്, എങ്ങനെയാണ് 2,10,000 വരെയുള്ള വീക്കിലി ഇൻസെൻറ്റീവ് ആൾക്കാർ വാങ്ങിക്കുന്നത്, എങ്ങനെയാണ് മാസ വരുമാനം, അങ്ങനെ ചെയ്യാൻ അവരോട് ചോദിക്കുമ്പോൾ അവരൊന്ന് ആ പ്ലാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അവർ പറയും, സാറിന് ആ ഒരു ഇൻകത്തിലേക്ക് എത്തണമെങ്കിൽ ഒരു നല്ല ടീമിനെ സാർ സെറ്റ് ചെയ്യണം, ഒരു നല്ല ടീം ഉണ്ടാവണം. ഏതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ലുലു ഗ്രൂപ്പിൽ 1000കണക്കിന് 10,000കണക്കിന് ആൾക്കാർ ജോലി ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ അവിടെ ജോലി ചെയ്യുമ്പം ഓരോ ബിസിനസ് ഓണർക്ക് ഒരു പ്രോഫിറ്റും അതിൻ്റെ എത്രയോ ചെറിയൊരു പ്രോഫിറ്റ് ആയിരിക്കും ഒരു പക്ഷേ അവിടെ ജോലി ചെയ്യുന്നൊരാൾക്ക് കിട്ടുക. ഇവിടെ അങ്ങനെയല്ല, നമുക്ക് കിട്ടുന്ന അതേ ഇൻകം തന്നെ നമ്മളോടൊപ്പം ഉള്ളവർക്കും സെയിം പാറ്റേണിൽ സെയിം കോമ്പൻസേഷൻ പ്ലാനിൽ കമ്പനി വരുമാനം കൊടുക്കും. ഉദാഹരണം, ഒരു ഹെർബൽ പേസ്റ്റ് വിറ്റാൽ നമുക്ക് 50 രൂപ കിട്ടിയാൽ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ, ഇപ്പം ഞാൻ 11 കൊല്ലം മുമ്പ് വന്ന ആളാണ്, എനിക്കൊരു പേസ്റ്റ് വിറ്റാൽ 50 രൂപ കിട്ടും. ഇന്ന് ഐഡിയ അടിച്ച ഒരാൾ വന്നു, അയാൾ ഒരു പേസ്റ്റ് വിറ്റാൽ അയാൾക്കും 50 രൂപ കിട്ടും. എൻ്റെ 2 ഓർഗനൈസേഷനിലും 10,000 മാച്ചിങ് ബിയുടെ ബിസിനസ് വന്നാൽ എനിക്ക് 1,200 രൂപ കിട്ടും. നിങ്ങളുടെ 2 ഓർഗനൈസേഷനിലും 10,000 മാച്ചിങ് ബി വന്നാൽ നിങ്ങൾക്കും 1,200 കിട്ടും. അല്ലാതെ ഇവിടെ സീനിയർ ജൂനിയർ പരിപാടിയൊന്നുമില്ല, ഒരൊറ്റ രീതിയിൽ തന്നെയാണ് ഇൻകം വരുന്നത്. ഇനി അതുകൊണ്ട് തന്നെ ഈ എന്താ പറയണ്ടേ, ഒരു മലയാളത്തിലൊരു വാക്കാണ് ഈ കള്ളപ്പണി എന്ന് പറയും. കള്ളപ്പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളത്തരം, അല്ലെങ്കിൽ എന്താ പറയണ്ടേ, ഉത്തരവാദിത്വം ഇല്ലായ്മ, ആത്മാർത്ഥത കാണിക്കായ്മ. പിന്നെ 20,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരാൾ, മുതലാളിക്ക് 1 ലക്ഷം പ്രോഫിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20,000 പണി എടുക്കുകയുള്ളൂ, 5 മണിക്ക് ശേഷം ഒരു പണി എടുക്കില്ല. അതാണ് കള്ളപ്പണി എന്ന് പറഞ്ഞത്. അങ്ങനെ കള്ളപ്പണി ഇല്ലാത്ത 2 ബിസിനസ്, 2 ജോലി എൻ്റെ അറിവിലുള്ളൂ. ഒന്നാമത്തെ ഡ്രൈവിങ്, വണ്ടി ഓടിക്കുന്നവൻ എന്നാൽ ഒന്ന് ഉഴപ്പിക്കളയാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവനും പടവാവും, അകത്തിരിക്കുന്നവനും പടവാവും. കള്ളപ്പണി ഒരിക്കലും പറ്റാത്തൊരു പണിയാണ് ഡ്രൈവിങ്. രണ്ടാമത്തത് മൈലേജ് സ്റ്റൈലാണ്, ഡയറക്ട് സെല്ലിംഗ് ആണ്. ഡയറക്ട് സെല്ലിങ്ങിന്റെ പ്ലാൻ മനസ്സിലാക്കിയവൻ കള്ളപ്പണി എടുക്കില്ല. കാരണം അവന് കിട്ടുന്നത് തന്നെ അവൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും കിട്ടും, അവൻ്റെ അപ്ലൈനും ഒരേ പ്ലാനിലാണ് കിട്ടുന്നത്. പലരും തുടക്കക്കാർ വിചാരിച്ചേക്കുന്നത് ഇത് ഞങ്ങളുടെ അപ്ലൈനാണ്, അപ്ലൈൻ്റെ ബിസിനസ് ആണെന്നാണ്. അങ്ങനല്ല, ഇത് എത്രത്തോളം അപ്ലൈൻ്റെ ആണ് അത്രത്തോളം നിങ്ങളുടെ ഇതുവാണ്. ഞാൻ ഈ ബിസിനസ് വന്നപ്പോൾ ഞാൻ ഏറ്റവും അഭിമാനത്തോടുകൂടി, ഏറ്റവും ആവേശത്തോടുകൂടി, ബഹുമാനത്തോടും കൂടി കണ്ടുകൊണ്ടിരുന്ന എല്ലാ ആൾക്കാർക്കും കിട്ടുന്ന അതേ അവസരം തന്നെയാണ് എനിക്ക് കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായത് 6 മാസം 1 വർഷം കഴിഞ്ഞിട്ട്. നേട്ടങ്ങൾ എത്തി കുറേ മേളിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, അവരോടൊപ്പം തന്നെ ഞാനും എത്തിയിട്ടുണ്ട്. അവരെ ഞാൻ എന്താ പറയണ്ടേ, അവരെ ഞാൻ പണ്ട് ആരാധിക്കുകയും പണ്ട് ബഹുമാനിക്കുകയും പണ്ട് സ്നേഹിക്കുകയും ഒക്കെ ചെയ്ത പോലെ ഇപ്പോൾ ഞാൻ സ്നേഹിക്കുമ്പോഴും, പണ്ട് എനിക്ക് ഒരു റാങ്കും ഇല്ലായിരുന്നു, ഒരു അച്ചീവ്മെന്റും ഇല്ലായിരുന്നു, ഇന്ന് ഞാനും അവരും ഒരേ റാങ്കിലേക്ക് എത്താൻ പറ്റി. അതിൻ്റെ കാരണം ഈ ബിസിനസ് എത്രത്തോളം അവരുടേതാണോ അത്രത്തോളം എൻ്റേതെന്ന് എനിക്ക് മനസ്സിലായി. ആദ്യമായിട്ട് ഇത് കേൾക്കുന്ന എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ ഇതിൻ്റെ കോമ്പൻസേഷൻ പ്ലാൻ നന്നായി പഠിക്കണം. എനിക്ക് സൂമിൽ കൂടെ പഠിപ്പിക്കാനുള്ള സമയവും സാഹചര്യമൊന്നുമില്ല. ഒരു വെള്ള പേപ്പറും പേനയും എടുത്ത് നിങ്ങളുടെ അപ്ലൈ ലീഡറെ സമീപിക്കണം. ചിലപ്പോൾ ആ സമീപനം ഒരു ചരിത്രമായിരിക്കും. കാര്യം ഈ അപ്ലൈ ലീഡർക്ക് അറിയത്തില്ലായിരിക്കും. നിങ്ങൾ ചോദിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഇയാൾ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു ചോദ്യം ചരിത്രമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം ഞാനുമൊക്കെ അങ്ങനെ, ഞാൻ തുടങ്ങി 4-5 മാസം കഴിഞ്ഞ് എനിക്കിത് മനസ്സിലായത്. അപ്പം നിങ്ങളുടെ ഒരു ചോദ്യം നിങ്ങളുടെ ജീവിതം മാത്രമല്ല അയാളുടെ ജീവിതവും മാറ്റിമറിക്കും എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ഒരു വെള്ള പേപ്പറും പേനയും എടുത്ത് 2 ദിവസം കഴിഞ്ഞ് ഇന്നാരും ചെല്ലരുത്. ഈ അപ്ലയൻസ് ആയിട്ട് ഇട്ടിരിക്കുന്ന എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് പറയാണ്, 2 ദിവസത്തിനകം നിങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വെള്ള പേപ്പറും പേനയായിട്ട് വന്ന് മീറ്റിങ്ങിൽ മറ്റേ അനീഷ് സാർ പറഞ്ഞ പോലെ പ്ലാൻ ഒന്ന് പറഞ്ഞു തരാൻ പറയും. 2 ദിവസം കഴിഞ്ഞ് എല്ലാം ഉള്ള എല്ലാവരും അതിനോടകം എല്ലാവരും പ്ലാൻ പഠിച്ചോണം. ഹലോ, ഇത് ഒരു മീറ്റിംഗ് കയറുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ടുകൾ കൊടുക്കണ്ടേ? അപ്പോൾ ഒരു വെള്ള പേപ്പർ പേന എടുത്ത് എല്ലാവരും ഒന്ന് പ്ലാൻ ഒന്ന് എന്ത് ചെയ്യുക, പിന്നെ പറഞ്ഞ് പഠിക്കണം. അപ്ലയൻസിനോടൊക്കെ ചോദിച്ച് പഠിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് പ്ലാൻ പഠിക്കാൻ പറ്റും. പ്ലാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കുഴപ്പമില്ല. ഈ ബിസിനസ് നമ്മളെ ഡയറക്റ്റ്ലി ഒരു ഫ്യൂവല് നമുക്ക് കയറിയതുപോലെ നമ്മൾ ഈ ബിസിനസ്സിൽ പൊക്കോളും. അപ്പോൾ ഒരു നല്ല ടീം സെറ്റ് ചെയ്യാൻ എന്ത് വേണം? ഇതാണ് ലാസ്റ്റ് പോയിന്റ്. നല്ല ടീം സെറ്റ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് ഞാൻ ആ സ്ലൈഡിൻ്റെ സഹായത്തോടെ ഒന്ന് വിശദീകരിക്കാം. ഒന്ന്, ഫസ്റ്റ് നമ്മളൊരു ലിസ്റ്റ് എഴുതണം. ലിസ്റ്റ് ഫസ്റ്റ് മസ്റ്റ് എന്നാണ്
ജോൺ കാലഞ്ച് എന്ന ബ്രിട്ടീഷ് സയന്റിസ്റ്റ്, ബ്രിട്ടീഷുകാരൻ പറഞ്ഞിട്ടുള്ളത്. ആരാണ് ജോൺ കാലഞ്ച്? ബീയിങ് ദ ബെസ്റ്റ് യു ക്യാൻ ബി ഇൻ MLM, വേണമെങ്കിൽ നിങ്ങൾക്കും ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിൽ വലിയ ആളാവാം. ഇങ്ങനെ ഒരു ബുക്ക് 1990കളിൽ എഴുതിയ ഒരു ബ്രിട്ടീഷുകാരനാണ് ആര്? ജോൺ കാലഞ്ച്. ഡയറക്ട് സെല്ലിംഗിന്റെ ബൈബിൾ എന്ന പുസ്തകം അറിയപ്പെടുന്നു. ആ പുസ്തകത്തിന്റെ ഒന്നാമത്തെ പേജിൽ പറയുന്നതാണ് ലിസ്റ്റ് ഫസ്റ്റ് മസ്റ്റ്. ഈ പണിക്ക് ഇറങ്ങുന്ന ആള് മനസ്സിലല്ലാതെ, മൊബൈലിലല്ലാതെ ഒരു ഡയറിയോ ഒരു ബുക്കോ എടുത്ത് നല്ലൊരു ലിസ്റ്റ് എഴുതുക. നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അയൽക്കാരിൽ നമുക്കറിയാവുന്ന ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലാവരെയും എഴുതുക. ലിസ്റ്റ് എഴുതുമ്പോൾ ഒരു അഭ്യർത്ഥന, മുൻവിധിയോടെ ലിസ്റ്റ് എഴുതരുത്. ഇവൻ വരുമോ വരത്തില്ലയോ നിങ്ങൾ ഒരിക്കലും തീരുമാനിക്കരുത്. നിങ്ങൾ ലിസ്റ്റ് എഴുതുക. 2, ആ ലിസ്റ്റിൽ നിന്ന് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു 20 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന എളുപ്പവഴി ഞാൻ പറയും. എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ചുള്ള എളുപ്പവഴിയാണ്. നിങ്ങൾക്കത് എന്ത് വേണം സ്വീകരിക്കാം. അതെങ്ങനെയാണ്? നമ്മുടെ ഷോർട്ട് ലിസ്റ്റിലുള്ള ആളുകൾക്കുള്ള യോഗ്യത, അവർ നമ്മളുടെ ഭവനങ്ങളിൽ, നമ്മുടെ വീടുകളിൽ വരുമ്പം ഒരുപക്ഷെ നമ്മൾ നമ്മുടെ ബെഡ്റൂം വരെ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ആൾക്കാർ, നമ്മുടെ കിച്ചൺ, അടുക്കള വരെ നമ്മൾ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ആൾക്കാർ, ഇവരാണ് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ. ഇവർക്കാണ് നമ്മുടെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാനം കൊടുക്കുന്നത്. അവരെ വേണം ഈ ഷോർട്ട് ലിസ്റ്റിൽ ഏറ്റവും ആദ്യം എഴുതാൻ. അങ്ങനെ ഒരു 20 പേര് പേരെഴുതുമ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഇവൻ എൻ്റെ വീട്ടിൽ വന്ന് ഇവനെ എവിടം വരെ സ്വാതന്ത്ര്യം കൊടുക്കും. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് കറക്റ്റ് ആളെ കിട്ടും. അങ്ങനെ ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. 3, ആ ആളെ ഈ ബിസിനസ് മനസ്സിലാക്കിക്കുക. ബിസിനസ് മനസ്സിലാക്കാനുള്ള എളുപ്പമാർഗം, 1, കേരളത്തിലെ എല്ലാ ജില്ലകളിലും നടക്കുന്ന മീറ്റിംഗ് സെന്ററുകളുണ്ട്. അവിടോട്ട് അവരെ കൊണ്ടുവന്നിരുത്തിയാൽ ഈ ബിസിനസ്സിൽ കൂടെ വിജയിച്ച ആൾക്കാർ അവരുടെ എക്സ്പീരിയൻസ് അടക്കം അവിടെ ഷെയർ ചെയ്യും. അതുവഴി നിങ്ങൾക്ക് ഈ പ്ലാൻ പ്രസന്റേഷൻ വഴി ബിസിനസ് മനസ്സിലാക്കാം. അവിടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാകും. സക്സസ് ആയ ആൾക്കാർ അവരുടെ ഇൻകം പ്രൂഫ് അടക്കം കാണിച്ച് ഒരു എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെ നിങ്ങളുടെ പുതിയ പ്രോസ്പെക്റ്റിനെ ബിസിനസ് തുടങ്ങാൻ പ്രേരിപ്പിക്കും. അങ്ങനെ ബിസിനസ് കേൾക്കുന്ന ആൾക്ക് നിങ്ങളുടെ ആത്മവിശ്വാസം ഷെയർ ചെയ്തുകൊണ്ട് അയാളെ ശരിക്കും പറഞ്ഞാൽ 24 മണിക്കൂറിനകം ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരണമെന്ന് പറയാം. കാര്യം 24 മണിക്കൂർ കഴിഞ്ഞ് ഈ ബിസിനസ് അവരുടെ തലേന്ന് ഇറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. കാര്യം വെറും 1-2 മണിക്കൂർ കേട്ട ബിസിനസ്സിനേക്കാൾ വലിയ ജീവിത പ്രശ്നങ്ങളായി ഉഴറിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കാം അയാൾ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ബിസിനസ്സിന്റെ ഒരു 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 ചെറിയ പ്രസന്റേഷൻ ഒന്നും അയാളുടെ മാനസിക നിലയിൽ 24 മണിക്കൂറിൽ കൂടി തങ്ങി നിൽക്കില്ല. 5. അപ്പൊ അങ്ങനെ 24 മണിക്കൂറിന് അവരെ കണ്ട് നിങ്ങൾ ആത്മവിശ്വാസം പങ്കിട്ട് അവരെ ബിസിനസ് തുടങ്ങിക്കാൻ വേണ്ടി ലക്ഷങ്ങളും കോടികളുടെ ഒന്നും പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കേണ്ട ആവശ്യമില്ല. നമുക്കുള്ള 100-ലേറെ പ്രൊഡക്റ്റിൽ ഒരു 10-15 പ്രൊഡക്റ്റ് ഒരു 5-10 പീസ് വെച്ച് വാങ്ങിക്കുക. ചിലപ്പോൾ ഒരു 22,500 ആവും, ചിലപ്പോൾ ഒരു 18,000 ആവും, ചിലപ്പോൾ ഒരു 28,000 ആവും. എത്രയാണോ അത്രയും. ആ പ്രൊഡക്റ്റുകളൊക്കെ ഒരു താൽക്കാലികമായ അറേഞ്ച്മെന്റ് മാത്രമാണ് എന്ന വിശ്വാസം അവർക്ക് കൊടുക്കുക. അല്ലാതെ ഈ പ്രൊഡക്റ്റുകൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ല. പകരം ഇത് വാങ്ങി 2-3 ആഴ്ച കൊണ്ട് ഈ ഉൽപ്പന്നം വിറ്റ് തീർത്താൽ 25,000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങി വിറ്റാൽ ഏതാണ്ട് 30,000 രൂപയ്ക്ക് മേളിൽ 32,000-33,000 രൂപ അടുത്ത് വരെ നമുക്ക് കിട്ടും. അതുകൊണ്ട് ഇത് നിനക്കൊരു ബാധ്യതയാവില്ല എന്ന സത്യം നിങ്ങളാകുന്ന അയാളോട് ഈ പ്ലാൻ പറയുന്ന അയാളുടെ ഏറ്റവും അടുത്ത ബന്ധുവോ സുഹൃത്തോ ഈ സത്യം പറയണം. അതല്ലാണ്ട് നമ്മുടെ കൂടെ ചിലപ്പോൾ ഒരു അപ്ലൈ ലീഡർ വരും. ആ അപ്ലൈ ലീഡർ ചെന്ന് എത്ര ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ സുഹൃത്തിനോട് പറഞ്ഞാലും അതവിടെ എഫക്റ്റ് ആവത്തില്ല. അതിനെയാണ് ഫോളോ അപ്പ് ആൻഡ് സെയിൽസ് ക്ലോസിംഗ് എന്ന് പറയുന്നത്. അടുത്തത് NDOP അല്ല, ന്യൂ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓറിയന്റേഷൻ പ്രോഗ്രാം. ഇപ്പം നിങ്ങൾ കേൾക്കുന്നത് പോലെയുള്ള FSS അല്ലെങ്കിൽ NDOP അല്ലെങ്കിൽ DTP, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം. ഇതെല്ലാം പേരുകൾ പലതാണെങ്കിലും സ്വഭാവം ഒന്ന് തന്നെയാണ്, ഉദ്ദേശിക്കുന്ന ഒന്ന് തന്നെയാണ്. NDOP എന്ന് പറഞ്ഞാൽ പുതിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയുള്ള പ്രോഗ്രാം. FSS എന്ന് പറഞ്ഞാൽ വിജയത്തിലേക്കുള്ള ആദ്യത്തെ ചുവട്. DTP എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനുള്ള ട്രെയിനിങ് പ്രോഗ്രാം. എല്ലാം പേര് പലതാണെങ്കിലും പർപ്പസ് ഒന്ന് തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ നിർബന്ധമായും പങ്കെടുപ്പിക്കുക. കാര്യം പലരും ഈ ട്രെയിനിങ്ങിലേക്ക് വരാൻ മടിക്കും. കാരണം 2 കാരണമാണ്. 1, ഈ ബിസിനസ് തുടങ്ങാൻ എടുത്തേക്കുന്ന തുക വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പണിയും കഴിഞ്ഞ് ഇത് ചെയ്യാൻ തോന്നുള്ളൂ. 2, ഈ ബിസിനസ് അവരവരെ കൊണ്ട് പറയാവുന്നതാണെന്ന് പലർക്കും കേൾക്കുമ്പോൾ തോന്നും. ഈ കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇപ്പുറത്തിരിക്കുമ്പോൾ തോന്നും നമുക്കിത് ഓടിക്കാൻ പറ്റുമെന്ന്. ആ ഡ്രൈവിംഗ് സീറ്റിലോട്ട് കയറി ഇരിക്കുമ്പോഴാണ് ഇതിന്റെ ക്ലച്ച് എവിടാ, ഗിയർ എവിടാ എന്നൊക്കെ നമ്മൾ നോക്കുക. എന്ന് പറഞ്ഞ പോലെ ഈ ബിസിനസ് കേൾക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് തോന്നും. പക്ഷെ ഇത് പ്രോപ്പറായിട്ട് അവർക്ക് പരിശീലനം കൊടുക്കണം. പിന്നെ ഒരു വലിയ വിഭാഗം ആൾക്കാർ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിന്റെ അങ്ങേയറ്റം വരെ ആദ്യമേ ചിന്തിക്കും. നമ്മളിപ്പം കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്ന ഒരാളെ സംബന്ധിച്ച് കൊച്ചിയിൽ നിന്ന് ഒരു ബസ്സിലോ കാറിലോ കയറി രാത്രിയിൽ ലൈറ്റ് ഇട്ട ഉടനെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ ഒന്നും കാണത്തില്ല. ഒരു 100 മീറ്റർ ദൂരം കിട്ടും. ആ 100 മീറ്റർ ഓടിക്കുമ്പോൾ അടുത്ത 100 മീറ്റർ കിട്ടും, അടുത്ത 100 മീറ്റർ കിട്ടും. ഇങ്ങനെ കുറെ ഓടിക്കഴിയുമ്പം അവസാനം ഇവരെവിടെ എത്തും? തിരുവനന്തപുരം എത്തും. സെയിം തന്നെയാണ് ഈ ബിസിനസ്സിൽ. ആദ്യം ഒരു ഡിസ്ട്രിബ്യൂട്ടറായിട്ട് വന്നു,
ഒരു 2-3 മാസം നന്നായി പ്രവർത്തിച്ച് ഒരു ടീം കോർഡിനേറ്ററായി വീണ്ടും ഏരിയ ടീം കോർഡിനേറ്ററായി ഇങ്ങനെ കയറി 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 പോകും. ഓരോ റാങ്കിലേക്ക് പോകുമ്പോഴും നിങ്ങളെപ്പോലെ ആവണമെന്ന് വിചാരിക്കുന്നതും നിങ്ങളെക്കാൾ ആവേശമുള്ളവരുമായ ആൾക്കാർ നിങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അവരോടൊപ്പം അവരെ നയിച്ച് അവരുമായി നല്ല ബന്ധത്തിലായി അവരെ വിജയിപ്പിക്കാൻ ഇറങ്ങി നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ റാങ്കുകളും കൂടും. ഇനി NDOP കഴിഞ്ഞ് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? എല്ലാവരും മീറ്റിംഗ് സെന്റർ കൂടാതെ അവരവരുടെ വീടുകളിൽ ഹോം മീറ്റിങ്ങുകൾ, നമ്മുടെ വീട്ടിലോട്ട് നമ്മുടെ ഏറ്റവും അടുത്ത ഒരു 10-12 ബന്ധുക്കളെ സുഹൃത്തുക്കളെയൊക്കെ ആയിട്ട് വിളിക്കുക. എക്സാമ്പിൾ, ഞായറാഴ്ച ഒരു 2 മണിക്ക് വിളിക്കുന്നു, അല്ല തിങ്കളാഴ്ച വൈകുന്നേരം 3 മണിക്ക് വിളിക്കുന്നു. ആ വിളിക്കുന്ന സമയം നിങ്ങളുടെ അപ്ലൈനുമായിട്ടോടെ ഡിസ്കസ് ചെയ്തൊരു സമയം എടുത്തിട്ട് വേണം വിളിക്കാൻ. 1 മണിക്കൂർ കൊണ്ട് തന്നെ ഈ ആൾക്കാരോട് 12 പേരെ വിളിച്ചാൽ മിക്കവാറും ഒരു 6-7 പേരൊക്കെ വരുള്ളൂ. പലർക്കും പല അസൗകര്യം ഉണ്ടാവും, പല മുൻവിധികളുണ്ടാവും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഒരു 5-6 പേര് അല്ലെ 8-10 പേരൊക്കെ വരുള്ളൂ. ആ വരുന്നവരോട് ഈ ബിസിനസ് പറയുകയും അവരുടെ സംശയങ്ങൾ അപ്ലൈൻ്റെ സഹായത്തോടെ ദൂരീകരിക്കുകയും നിങ്ങളുടെ ആത്മവിശ്വാസം അവരോട് ഷെയർ ചെയ്യുകയും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ആളുകൾ ബിസിനസ്സിലേക്ക് വരും. ലാസ്റ്റ് പോയിന്റാണ് ഡ്യൂപ്ലിക്കേഷൻ അല്ലെങ്കിൽ അനുകരണം. അനുകരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പോലെ ചെയ്യുന്ന ഒരു തലമുറ നമുക്കുണ്ടാവണം. അങ്ങനെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവരെയും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ട്രെയിനിങ് പ്രോഗ്രാമുകൾ പങ്കെടുപ്പിച്ച് അവരുടെ ലിസ്റ്റ് പരിശോധിച്ച് അതിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അവരുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കടന്നുപോയി വഴികളിലൂടെയൊക്കെ നിർബന്ധ ബുദ്ധിയാ അവരെയും കൂടെ കൊണ്ടുപോയാൽ ഓട്ടോമാറ്റിക്കലി നമ്മളെക്കാൾ കഴിവുള്ള ഒരു തലമുറ നമുക്ക് ശേഷം വരും എന്ന് ഓർക്കുക.